Good morning, everyone. Welcome to Attendant Malayalam channel. This is Rindu Sebastian, and welcome to the Hindu editorial analysis of 19 January 2023. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ വന്നിരിക്കുന്ന വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം, സെന്റൻസ് ഫ്രെയിം ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടാം, ആൻഡ് എന്ത് ന്യൂസ് എന്ന് വന്ന ജനറൽ അവയർനെസ്സും നിങ്ങൾക്ക് അതുപോലെ തന്നെ എടുക്കാം അല്ലേ, നമുക്ക് അതും കൂടെ ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെയിലി ഉള്ള സെഷനാണ് രാവിലെ 8:30 മുതൽ 9:30 വരെ അല്ലെങ്കിൽ 9:45 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ ഡിസ്കഷൻ വഴി. അപ്പോൾ ഡെയിലി ഉള്ള സെഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി നമ്മൾ ഒരുപാട് വൊക്കാബുലറി പഠിക്കും, അതിന് സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ പഠിക്കും, ആൻഡ് റീഡിംഗ് എബിലിറ്റി ഡെയിലി വായിച്ച് റീഡിംഗ് എബിലിറ്റി നിങ്ങളുടെ കൂടും, ആൻഡ് ഓഫ് കോഴ്സ് ജനറൽ അവയർനെസ്. അപ്പോൾ ഓൾ ഇൻ വൺ സെഷനാണ് നമുക്ക് മൺഡേ ടു സാറ്റർഡേസിലുള്ള സെഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം ഇന്നത്തെ എഡിറ്റോറിയൽ. എല്ലാ ദിവസവും വരുന്ന പോലെ തന്നെ എഡിറ്റോറിയൽ 2 ആർട്ടിക്കിൾ വരുന്നുണ്ട്. അതിൽ വൊക്കാബുലറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും, ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് ഒക്കെ നോക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് ഒക്കെ നോക്കും. ആൻഡ് ദെൻ വിൽ മൂവ് ടു നമ്മുടെ ആർട്ടിക്കിൾ ഡിസ്കഷൻ. ഏതാണോ സെലക്ടഡ് ആർട്ടിക്കിൾ ആ ആർട്ടിക്കിളെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ, നമ്മളുടെ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ഹോംവർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മുടെ സെഷൻ പോകുന്നത്. എന്നിട്ട് ഇന്നത്തെ ഹോംവർക്ക് തരും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സോ ബിഫോർ ദ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്നുള്ളതിന് മുമ്പ് നമുക്ക് നമ്മുടെ കോട്ട് വെച്ച് ക്ലാസ് തുടങ്ങാം. നമ്മുടെ കോട്ട് ഇതാണ്: നെവർ ഗിവ് അപ്പ്, ഫോർ ദാറ്റ് ഇസ് ജസ്റ്റ് എ പ്ലേസ് ആൻഡ് ടൈം ദാറ്റ് ദ ടൈഡ് വിൽ ടേൺ. ഈ നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോഴേ അല്ലെ, കടലിൽ പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ, അപ്പം അവർക്ക് കൃത്യമായിട്ട് കടലിന്റെ ഒരു ഇതറിയാന്ന് പറയും. കാരണം അവർക്കറിയാം തിരയുള്ള സമയത്ത്, ടൈഡ് ഉള്ള സമയത്ത് ചില സ്ഥലങ്ങൾ ചില സമയം അനുസരിച്ചിരിക്കും. ടൈഡ് വരും, ചിലപ്പോൾ കൂടുതൽ ഹൈ ടൈഡ്സ് ആകാം, ചിലപ്പോൾ ലോ ടൈഡ്സ് ആകാം, അതനുസരിച്ചിരിക്കും, അത് മാറിയും മറിഞ്ഞു വരിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ലൈഫ്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ലൈഫിൽ ടൈഡ്സ് ചില സമയത്ത് ഹൈ ടൈഡ് വരാറുണ്ട് അല്ലെ, ചില സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്, നമ്മളങ്ങ് കുടിക്ക് കളയാറുണ്ട്. ചില സമയത്ത് ലോ ടൈഡ്സാ, വലിയ പ്രശ്നമൊന്നുമില്ല, നൈസായിട്ട് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകുമായിരിക്കും. അപ്പം ആ ഒരു ടൈം ആൻഡ് പ്ലേസ് ആണ് മാറ്റേഴ്സ്. സമയവും ആ കറക്റ്റ് സമയം, റൈറ്റ് ടൈം അല്ല അല്ലെങ്കിൽ റൈറ്റ് പ്ലേസ് അല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ പെട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അവസ്ഥ. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളെ വരുമ്പോഴേക്കും പെട്ടെന്ന് ഡൗൺ ആവരുത്. നെവർ ഗിവ് അപ്പ്. കാരണം ആ ഒരു പ്ലേസോ ടൈമോ മാറി ഒരു ചെറിയൊരു നിമിഷം മതി. അപ്പൊ ആ ടൈം മാറുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. അല്ലാതെ അപ്പോഴേ ഗിവ് അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം അത് ചേഞ്ച് ചെയ്താൽ നമ്മൾ വെറുതെ ഇത്ര നാളും വെറുതെ കഷ്ടപ്പെട്ടാവില്ലേ. അപ്പൊ അത് ഓർത്തണം, നെവർ ഗിവ് അപ്പ് മെന്റാലിറ്റി നമുക്ക് വേണം. നമ്മൾ നന്നായി പൊരുതണം, എന്നിട്ട് വേണം നമുക്ക് റിസൾട്ട് വരുമോ വലിയോ നോക്കാനായിട്ട് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ലൈഫിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പാഠമാണ്. സോ ഇന്നത്തെ ആർട്ടിക്കിൾ ഇപ്പൊ പറഞ്ഞപ്പോഴും ഓർത്തെ, നമ്മുടെ ഇന്നലെ രാത്രിയിൽ, പാതിരാത്രിയിൽ എന്ന് തന്നെ പറയാം, SSC MTSന്റെയും ഹവൽദാറിന്റെയും നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. MTS ഇത്തവണ ഭയങ്കര മാറ്റമാണ്. MTS നിങ്ങൾക്ക് അറിയായിരിക്കും, മൾട്ടി ടാസ്കിങ് ഓഫീസറാണ്, സ്റ്റാഫിനെയാണ് നമ്മൾ MTS എന്ന് പറയാം. 10ാം ക്ലാസ് തസ്തികയുള്ളൂ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ 10ാം ക്ലാസ് തസ്തികയിലുള്ള നോട്ടിഫിക്കേഷനാണ് വിളിച്ചേക്കുന്നത്. ഇത്തവണ ഒരു പ്രത്യേകത വെച്ചാൽ ഒറ്റ എക്സാമേ ഉള്ളൂ, 2 പാർട്ടായിട്ട് തിരിച്ചേക്കുന്നത്. മാത്സ് ആൻഡ് റീസണിംഗ് 20 മാർക്കുള്ള 40 മാർക്കിന്റെ മാത്സ് ആൻഡ് റീസണിംഗ് കൂടി, പിന്നെ ഇപ്പുറ സൈഡിൽ നമുക്ക് GKയും ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അങ്ങനെ. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, മറ്റേത് 20 ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻസും, ഇവിടെ 25 50 ക്വസ്റ്റ്യൻസും. അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്. ഇത്തവണത്തെ സിലബസ് ഡിവിഷനൊക്കെ വന്നിരിക്കുന്നത്. ഒരു എക്സാമേ ഉള്ളൂ, ഒറ്റ ഒരു എക്സാം മാത്രമല്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വെച്ചാൽ, നമുക്കിതിൽ റീജിയണൽ ലാംഗ്വേജസ് ഇത്തവണ ഇൻക്ലൂഡഡ് ആണ്. ഒരുപാട് മാറ്റങ്ങൾ ഇത്തവണ SSC കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഓൾ ഇൻക്ലൂസീവ് പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷും ഹിന്ദിയും കൂടാതെ 13 റീജിയണൽ ലാംഗ്വേജസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ചില സമയം ആൻഡ് ചില പ്ലേസ് ആണ്, നമുക്കത് മാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത സംഭവം സിമ്പിൾ ആണ്. അപ്പോൾ ഓർത്തോണേ, ഇന്നലെ MTS നോട്ടിഫിക്കേഷൻ വന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ റിജിൻ സാറിന്റെ വീഡിയോ പോയിട്ടുണ്ട്. ഡൗട്ട് കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണുക. ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സിലബസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പയ്യെ വരും. അപ്പോൾ MTSന് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം മറക്കണ്ട, SSC MTS കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം, നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് കിടക്കാം. അപ്പം നോട്ടിഫിക്കേഷനും കാര്യങ്ങളും തിരയൊക്കെ പറഞ്ഞപ്പോൾ ഓർത്തെ, നമ്മുടെ ഇന്ന് 2 ആർട്ടിക്കിൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് ജല്ലിക്കെട്ടിനെ പറ്റി. നമ്മൾ അല്ലെ, തമിഴ്നാട്ടിലെ വലിയൊരു ആഘോഷമാണ് ജല്ലിക്കെട്ട്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എന്താ പറയാ, ട്രഡീഷൻ കൾച്ചറിന്റെ ഭാഗമാണ്, വാലറിന്റെ ഭാഗമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ 2007 ആയപ്പോഴേക്കും 7 സമയത്ത് ഒരു 3 വർഷത്തെ ബാൻ ജല്ലിക്കെട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അത് ഒരുപാട് പേർക്ക് ലൈഫ് ത്രെറ്റനിങ് ആണ്,
എന്ന് അല്ലെ, മരണത്തിന് കാരണമാകുന്നൊക്കെ ആയിട്ടുണ്ട്, അതൊന്ന് ബാൻ ചെയ്തായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും അത് പുനർജനിച്ച് തിരിച്ചു വന്ന് എന്താ പറയാ ആ ഒരു കാര്യം വീണ്ടും പ്രാക്ടീസ് തിരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. ജല്ലിക്കെട്ട് കാരണമുള്ള മരണം നമുക്ക് ഒരിക്കലും അതിനെ എന്ത് ചെയ്യാം, ന്യായീകരിക്കാൻ പറ്റില്ല അല്ലെ, അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം പക്ഷെ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള ഇതിനെ അഡ്വക്കേറ്റ് ചെയ്ത് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ, സപ്പോർട്ടേഴ്സ് പറയുന്നതാണ് ജല്ലിക്കെട്ട് നോർമൽ ഒരു ഫുട്ബോൾ ക്രിക്കറ്റ് പോലൊക്കെ തന്നെയാണ്, അല്ലെ ഒരു കാർ റേസിംഗ് പോലെ തന്നെയാണ്, ഒരു സ്പോർട്ടിംഗ് ഇവന്റ് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇതിലൊരു ഡിഫറൻസ് എന്താ വെച്ചാൽ ജല്ലിക്കെട്ടിലെ പോലെ നമുക്ക് കാളകളെ വെച്ചുള്ള പരിപാടി എന്തിനില്ല, ബുൾസിനെ വെച്ചിട്ടുള്ള പരിപാടി എന്തിനില്ല, മറ്റേ കാർ റേസിംഗിനൊന്നുമില്ല, മനുഷ്യന്മാരാണ് അതിൽ നിയന്ത്രിക്കുന്നത്. പക്ഷെ ഇവിടെ മനുഷ്യന്മാരല്ല, മൃഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മരണം സംഭവിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം തമിഴ്നാട്ടിൽ എന്നാലും കുറെ നിയമങ്ങളൊക്കെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അതോറിറ്റീസ്. പക്ഷെ എന്നാൽ പോലും ഈ അതോറിറ്റീസ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ ജല്ലിക്കെട്ടിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ബൈക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബൈക്സ് ഒക്കെ റിവാർഡ് കൊടുക്കുന്ന പരിപാടി ഒന്ന് ഇൻസെന്റിവൈസ് ചെയ്യരുത്. അവരെ ഒരുപാട് റിവാർഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അവർ അതിനെ എന്താ പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ യൂത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ യൂത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബൈക്ക് കാര്യങ്ങളൊന്നും റിവാർഡ്സ് ആയിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതാണ് ഒരു ആർട്ടിക്കിൾ. ബട്ട് അതല്ല നമ്മൾ വായിക്കാൻ പോകുന്നത്. അതിലും വലിയൊരു ആർട്ടിക്കിൾ, അതൊക്കെ മേലുള്ള ഒരു ആർട്ടിക്കിൾ നമുക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളെ നമ്മൾ കൊളീജിയൽ സിസ്റ്റത്തെ പറ്റി സംസാരിക്കുന്നു. കുറച്ച് നാളെ ചർച്ചയിലുണ്ട് ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിൽ ചെറിയൊരു ചെക്സ് ആൻഡ് ബാലൻസസ് നടക്കണം അല്ലെ. ഒരു ഡെമോക്രസിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് നടക്കണം. എവിടെയാണോ പ്രൊവിഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പവർ നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുക, ഇപ്പൊ അത് ജുഡീഷ്യറി ഉപയോഗിച്ചാൽ അതിൽ ലെജിസ്ലേച്ചറിന് അതിന് എക്സിക്യൂട്ടീവിനും അതിന് എന്തുണ്ട് ചെക്ക് ആൻഡ് ബാലൻസ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗവൺമെന്റ് ജുഡീഷ്യറിയുടെ കൊളീജിയൽ സിസ്റ്റത്തിന് ഇലക്ഷൻ, അവരെ കൊളീജിയൽ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ജഡ്ജസിനെ ഹൈക്കോർട്ടിലോട്ടും അതുപോലെ തന്നെ സുപ്രീം കോർട്ടിലോട്ടൊക്കെ ജഡ്ജസിനെ സെലക്ട് ചെയ്യുന്നത് കൊളീജിയൽ സിസ്റ്റം വഴിയാണല്ലോ. പക്ഷെ അതിൽ ഞങ്ങൾക്കൊരു ഭാഗം വേണമെന്ന് സെൻട്രൽ ഗവൺമെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നതിനെ പറ്റിയ ഒരു ആർട്ടിക്കിളാണ്. അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്, ചെക്സ് ആൻഡ് ബാലൻസസ് നല്ലതാണ്. പക്ഷെ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയാ അനാവശ്യമായിട്ട് ജുഡീഷ്യറിയുടെ കാര്യത്തിൽ ഇടപെടുന്നത്, ജുഡീഷ്യറി അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ആവരുത്. അതായത് പരിധി വിട്ടുപോയ പണിവാളം എന്നൊരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ് ഇസ് പരിധി വിട്ട് പോയിട്ടുണ്ട് കുറച്ച് നാളായിട്ട്, ഇപ്പൊ പരിധി വിട്ട് പോവുകയാണ്. ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ആൻഡ് ദാറ്റ് ഇസ് ഹൈലി ഇമ്പോർട്ടൻറ്റ്. എക്സാമിനൊക്കെ നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും നിങ്ങൾ വായിച്ചുവിടുക. അതിൽ മറ്റേ നമ്മൾ കൊളീജിയൽ സിസ്റ്റം ആൻഡ് ജുഡീഷ്യറി ആൻഡ് ഇതിനെപ്പറ്റി ഗവൺമെന്റിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ വിൽ ഗിവ് ഇറ്റ് എ റീഡ് കേട്ടോ. നമ്മളത് ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ഡെയിലി ക്വിസസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരും, ഒന്നും വിട്ടുപോകാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഡെയിലി ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ 11 മണിക്ക് ഇനി CPOയുടെ മാരത്തൺ സെഷനുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. കാരണം നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിക്കൊണ്ട്, കാരണം ഒരു എക്സാമേ ഉള്ളൂ CPO വിമൻ CPOക്ക് ഇനി. അപ്പം ഇത്തവണ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒറ്റ എക്സാം ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ എല്ലാ രീതിയിലും കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്തെടുത്താൽ ഒറ്റ തവണ കൊണ്ട് നമുക്ക് പ്രിലിംസും മെയിൻസും രണ്ടായിട്ട് ഡിവിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ച് എന്നാൽ നല്ല രീതിയിൽ വൃത്തിയായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാരത്തൺ ഒക്കെ ഉണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ വീഡിയോസ്, BEVCO സെഷൻസ്, എക്സാം അനാലിസിസ്, അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും, ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സിലോട്ട് പോകാം. ഇന്നത്തെ ടൈറ്റിലിൽ തന്നെ വരുന്ന ഒരു ഇതാണ്, സബ് ടൈറ്റിലിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് സിസ്റ്റമിക് എന്നൊരു വാക്ക്. സിസ്റ്റമിക് നമ്മളിത് ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാട്ടോ, സിസ്റ്റമിക് എന്നൊരു വാക്ക്. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ. സംതിങ് റിലേറ്റിംഗ് ടു ദി ഹോൾ സിസ്റ്റം അല്ലെങ്കിൽ ബോഡി. ഒരു ബോഡിയെ സംബന്ധിച്ച്, ബോഡി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ എന്ന് ഉദ്ദേശിച്ചോ, അല്ലെങ്കിൽ ഒരു ഹോൾ സിസ്റ്റത്തിനെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് സിസ്റ്റമിക് എന്ന് പറയുന്നത്. സിസ്റ്റമിക് അപ്രോച്ച്, സിസ്റ്റമിക് റിഫോം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ റിഫോം, സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന് ആ സിസ്റ്റം അനുസരിച്ചുള്ള അപ്രോച്ച് എന്നർത്ഥം സിസ്റ്റമിക് എന്ന വാക്കിനർത്ഥം. അതേപോലെ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വേറൊരു വാക്കാണ് സിസ്റ്റമാറ്റിക്. ഓർത്തോടെ, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പറേഷൻ നടത്തണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സിസ്റ്റമാറ്റിക്. അതും അബ്ജക്റ്റീവാണ്, രണ്ടും അബ്ജക്റ്റീവാണ്. സിസ്റ്റമാറ്റിക്കിന്റെ പ്രത്യേകത എന്താണ്? സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഓർഡർ അനുസരിച്ചിട്ടുള്ളത്.
സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത്, അതിനാണ് സിസ്റ്റമാറ്റിക്. ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തുകൊണ്ടുള്ളത്, സ്ട്രക്ചേർഡ് ആയിട്ട്, ഓർഡേർഡ് ആയിട്ട് അല്ലെ, ഓർഡേർലി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത്, അതിനാണ് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ്, സ്ട്രക്ചേർഡ്, അങ്ങനെയുള്ള അത് അടുക്കും ചിട്ടയുമുള്ള അതിനാണ് സിസ്റ്റമാറ്റിക് എന്ന് നമ്മൾ പറയാം. പക്ഷെ സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തോട് അനുബന്ധിച്ചുള്ള, അതിനെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സിസ്റ്റമിക് എന്ന് പറയുന്നത്. രണ്ടും രണ്ടാണ്, ഓർത്തോണം. ഓക്കെ, രണ്ടും രണ്ട് കാര്യമാണ്, നോട്ട് ചെയ്ത് വെച്ചോണം, എക്സാമിന് വരാറുള്ളതുമാണേ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾ SSC ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, SSC മാത്രമല്ല PSC പഠിക്കുന്ന കുട്ടികളും MTSന് അപ്ലൈ ചെയ്യാതിരിക്കട്ടെ. 10ാം ക്ലാസ് യോഗ്യതയുള്ളൂ നിങ്ങൾക്ക് മതി, 10ാം ക്ലാസ് യോഗ്യത മതി. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 മുതൽ 25 വരെയാണ്. പിന്നെ നോർമലി ഉള്ള പോലെ OBCക്ക് 3 വർഷം, SCSTക്ക് 5 വർഷം, അങ്ങനെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്ലൈ ചെയ്യുന്നവർ അപ്ലൈ ചെയ്യാനേ മറക്കരുത്. ഓക്കെ, അടുത്ത നോക്കിയ സാൽവോ. സാൽവോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സാൽവോ എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമ്മൾ പറയില്ലേ, സഡൻ അറ്റാക്ക് ഓൺ ഒപ്പോണന്റ്. അത് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വെർബൽ അറ്റാക്ക് ആകാം, ഓർ ഫിസിക്കൽ അറ്റാക്കിൽ നമ്മൾ വടി ഒക്കെ വെച്ചിട്ട്, വടി ഓർ എനി വെപ്പൺ വെച്ചിട്ട് നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നില്ല, ഒപ്പോണന്റിനെ അറ്റാക്ക് ചെയ്യുന്നതിനെ സാൽവോ എന്ന് പറയും. ഇറ്റ് വാസ് എ സാൽവോ അഗൻസ്റ്റ് ദി ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞ, ഗവൺമെന്റിന് ഒരു അറ്റാക്ക് ആയിപ്പോയി എന്നൊക്കെ പറയില്ലേ, അതിനാണ് പെട്ടെന്നൊരു അറ്റാക്ക് ആയിപ്പോയി, അതിനാണ് സാൽവോ എന്ന് പറയാം. സഡൻ അറ്റാക്ക് ഓൺ ഒപ്പോണന്റ്, അതിനെയാണ് സാൽവോ എന്ന വൺ വേർഡ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഓക്കെ, അടുത്ത് നോക്കാം. സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക, കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക, സ്ട്രൈക്ക് ഡൗൺ പാസ്റ്റ് ടെൻസ് സ്ട്രക്ക് ആണ് കേട്ടോ, ഓർത്തോണം. സ്ട്രക്ക്. അപ്പൊ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക മീൻസ് സ്ട്രക്ക്, V2 V3. അബോളിഷ് ചെയ്യുക അല്ലെ, നിയമത്തിനെയൊക്കെ അബോളിഷ് ചെയ്ത് ചെയ്യുക, അനൽ ചെയ്യുക, ഇൻവാലിഡേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടേ, അതാണ് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക. ഓർ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്ന കില്ല് ചെയ്യുക, അല്ലെങ്കിൽ അടിച്ച് വീഴ്ത്തുക അല്ലെ, അങ്ങനെ ഒരാളെ ഉപദ്രവിച്ചൊക്കെ വീഴ്ത്തുന്നതിനെ സ്ട്രൈക്ക് ഡൗൺ വരും. വീഴ്ത്തുക എന്നുള്ള അർത്ഥത്തിൽ സ്ട്രൈക്ക് ഡൗൺ പറയും, ഓർ കിൽ അർത്ഥത്തില്ല. ഓക്കെ, അടുത്ത ക്യാരി ഓൺ വിത്ത് യുവർ പ്രോജക്ട്. ക്യാരി ഓൺ, നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് നമ്മൾ പറയില്ല. ക്യാരി ഓൺ ചെയ്യുന്ന കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ എന്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതിനെ കണ്ടിന്യൂ ചെയ്യുന്ന തന്നെയാണ് ക്യാരി ഓൺ. ക്യാരി ഓൺ വിത്ത് ദ ബിസിനസ്, ക്യാരി ഓൺ വിത്ത് ദ പ്രോജക്ട്, ക്യാരി ഓൺ വിത്ത് ദി കൺസ്ട്രക്ഷൻ, അങ്ങനെ അതാണ് ക്യാരി ഓൺ. ഓക്കെ, ക്യാരി ഓൺ വിത്ത് പ്രൊസീജിയർ ഒക്കെ. അടുത്ത പോയിന്റ് ഔട്ട്. പോയിന്റ് ഔട്ട് ചെയ്യാൻ ചൂണ്ടിക്കാണിക്കുക അല്ലെ, ഡയറക്ട് വൺസ് അറ്റൻഷൻ ടുവേർഡ് സംതിങ്. അതിനർത്ഥം എന്നാ, ഷോ, കാണിച്ചു തരാം. പോയിന്റ് ഔട്ട് ചെയ്യുക, നമ്മളെ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഷോ ദാറ്റ്സ് പോയിന്റ് ഔട്ട് ചെയ്യുക അല്ലെ, ഓർത്തോണം. അടുത്തത് സ്റ്റേക്ക് ഹോൾഡർ. ഒരു സ്റ്റേക്ക് ഹോൾഡർ, ഇന്നതിന്റെ സ്റ്റേക്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ പേഴ്സൺ വിത്ത് ഇൻട്രസ്റ്റ് ഓർ കൺസേൺ, ഒരു കാര്യത്തോട്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൺസേൺ ഇൻ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു കൺസേൺ ഉണ്ട്, എസ്പെഷ്യലി ഒരു ബിസിനസ് മേഖലയിലൊക്കെ ആണെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, ഇന്നതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ പറയുന്നത് എന്തിനാണ്? ബിസിനസ്സിലൊക്കെ അല്ലെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്, അവരാണ് ഇതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തും, അതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ. എ പേഴ്സൺ വിത്ത് ഇൻട്രസ്റ്റ് ഓർ കൺസേൺ ടുവേർഡ് സംതിങ്, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേക്ക് ഹോൾഡർ. പഠിച്ചിട്ടുണ്ടാണേ, നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് കേട്ടോ. നമുക്കപ്പോ നമ്മുടെ സെന്റൻസുകളിലോട്ട് പോകാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇസ് എ മെത്തേഡ് ഓഫ് ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാർക്കറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓൾറൈറ്റ്, ദാറ്റ് ഇസ് ഗ്രേറ്റ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ഓർഗനൈസേഷൻ ആയിട്ട്, ഓർഡർ ആയിട്ടുള്ള, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാർക്കറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. ദാറ്റ് വാസ് എ ഫോർച്യൂഷ്യസ് സാൽവോ. ഓക്കെ, അൺഎക്സ്പെക്ടഡ് അല്ലേ, ദാറ്റ്സ് ഇറ്റ്. Raman struck down Ravana. Oh, that's great. Kill ചെയ്തുല്ലേ, കൊള്ളാലോ. You should carry on your journey to success without laziness. Great. That's great. Good morning. His death was a salvo. It's not any venda. Salvo on my family. It was a sudden attack on my family. Okay. Anuvama, salvo. Enna ariyadha onnayirikkum alle. You're always roiling me by pointing out my mistakes. That's great. You're always roiling me. You're always disturbing me, irritating me. Correct. Okay. Great. അത് എനിക്കിട്ടാണോ? ഞാൻ മിസ്റ്റേക്സ് പോയിന്റ് ഔട്ട് ചെയ്തതിനാണോ പറഞ്ഞേ? സുമി ആണോ? എനിക്കിട്ടുള്ള കുത്താണോ? Anyway, sentence was good. She pointed out the hidden meaning in his words. That's great. That's a great sentence. Good morning, Amala. Naysayers pointed out the cranky approach of systemic person. All right. Systemic person related to systematic എന്ന് പറഞ്ഞാലാണ് ഓർഡർ ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കാര്യം കേട്ടോ. സിസ്റ്റമിക് ആണ് സിസ്റ്റത്തെ റിലേറ്റ് ചെയ്താണെന്നുള്ളതാണ്, ഓർത്തോളം. യെസ്. Pagan salvo in Avtar movie is the best scene that I loved. That's great. Okay. All right. He striked out. വീണ്ടും okay. You know, strike അല്ല, സ്ട്രൈക്കിന്റെ പാസസ് ആണ് സ്ട്രക്ക്. സ്ട്രൈക്കിന് ഇടി കൊടുക്കല്ലേ, സ്ട്രക്ക് ആണ് പാസസ്. V2 സ്ട്രക്ക് അല്ലെങ്കിൽ V3 സ്ട്രക്ക് തന്നെ കേട്ടോ. അപ്പൊ ഇങ്ങനെ കൊടുക്കാം. He struck down
he struck down പറ്റില്ല കേട്ടോ. by somebody ആണെങ്കിൽ എന്താണ് അർത്ഥം? അവിടെ passive ആയെന്ന് അർത്ഥം. അപ്പൊ എന്ത് കൊടുക്കണം? he was struck down by the salvo of militants കൊടുക്കുക. he was struck down കേട്ടോ. passive കൊടുത്ത was plus v3 or b plus v3 ഏതെങ്കിലും കൊടുക്കുക. was struck down കൊടുക്കുക. news editor points out his concern of various public issues through editorial. Yes, he does. Don't need salvo, just wait for some time. Okay, that's a great thing. That statement provoked a salvo between them. That's great. Great. Okay. Good morning. എല്ലാവർക്കും good morning പോലെ നന്ദീഷിനും good morning. Okay. ഞാൻ അങ്ങനെ പറയുമെന്ന് അങ്ങനെ പറയില്ല അല്ലേ, അപ്പൊ കുഴപ്പമില്ല, അത് മതി. എന്തായാലും ചിപ്പിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ചിപ്പി എന്തായാലും എന്താ പറയാ കുറെ നാള് പ്രിപ്പറേഷനൊക്കെ ശേഷം എന്താ പറയാ ആ ഒരു ഇതിൽ നിന്ന് പുറത്തോട്ട് വന്നല്ലോ എന്നുള്ള ഓർത്തൊരു സന്തോഷമുണ്ട് കേട്ടോ ചിപ്പി. So that's it. Let's see your sentence. You should abide by the rules of company, otherwise boss will strike down you. Strike down you അല്ല, strike you down. Strike you down കേട്ടോ. നോക്കുക. If you want to carry on the project, you must strike down the errors as a prerequisite. Okay. A systematic and pragmatic approach is imperative to separate judiciary from executive, even it is pointed out in the DPSP of Constitution. Yes. Akbar struck down Jizya. Okay. Great. Akbar's A capital and നമ്മൾ ആരുടെ പേര് കൊടുത്താലും capital letter കൊടുക്കാവുള്ളൂ കേട്ടോ രശ്മി. Okay, his systemic functions are perfect. We can take him out of the ventilator. That's a great sentence. The salvo between the parties leads to a revolt. Great. We can't strike down the norms laid by Aarti as she is the stakeholder of the company. And എന്ത് ചെയ്യാൻ അവളെ stakeholder ആയിപ്പോ അല്ലേ? കൊള്ളാം. നന്ദീഷ് അല്ല ഷമാസ ഇന്ന് നമ്മുടെ ആരതിക്കിട്ടാണ് അല്ലെ? അല്ലെ എന്നും ആരതിക്കിട്ടാണ് എന്നാലും അല്ലെ? അപ്പൊ മറക്കണ്ട, സിസ്റ്റമിക് പറയുമ്പോൾ സിസ്റ്റമാറ്റിക്, കൺഫ്യൂസിംഗ് വേർഡ്സിൽ പെടും, അല്ലെങ്കിൽ നമുക്കറിയാലോ മിസ്റ്റേക്ക് വരരുത് കേട്ടോ. സിസ്റ്റമിക് വേറെ, സിസ്റ്റമാറ്റിക് വേറെ. അതുപോലെ സാൽവോ, സ്ട്രൈക്ക് ഡൗൺ, ക്യാരി ഓൺ, പോയിന്റ് ഔട്ട്, സ്റ്റേക്ക് ഹോൾഡർ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വൺ വേർഡ്സ്, ഇഡിയംസ്, അതുപോലെ ഫ്രേസൽ വേർബ്സ് ഒക്കെ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളാം. മൂവിങ് ടു ദ വേർഡ്സ്, നമ്മുടെ മറ്റു വേർഡ്സിലോട്ട് നമ്മൾ പോവാണ്. അപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ, SSC CHSL എക്സാം ഡേറ്റ് ഉറപ്പായിട്ടും ഉടനെ വരും. കാര്യം എന്തുകൊണ്ടാണ്? MTSന്റെ നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ പിന്നെ ഇനി അവർ താമസിപ്പിക്കില്ല. എക്സാം ഡേറ്റ് ഇതേ വരും. അപ്പൊ പഠനം മുറുക്കിക്കണം. അതിനാണ് ഇതെല്ലാം ഒരു സൈനാണ്. ഇറ്റ്സ് ലൈക്ക് എൻ ഇൻഡിക്കേറ്റർ, ഹെറാൾഡ് ഓഫ് യു കേട്ടോ. അപ്പോൾ പഠനമൊക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി പഠിച്ച് പകുതി എത്തുമ്പോഴേക്കും ഒന്നും അറിയില്ല, അങ്ങനെ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ വി ഹാവ് എ കോഴ്സ്. നമ്മുടെ കോഴ്സ് ഇവിടെ ഉണ്ട്, ലൈവും റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. SSCയുടെ രണ്ടാമത്തെ SSC CHSLന്റെ രണ്ടാമത്തെ ബാച്ച് 2240 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. അതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജനുവരി 16 തീയതി നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു, അതായത് കഴിഞ്ഞ ദിവസം. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ ISROയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഇനി ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. കോഡ് അപ്ലൈ ചെയ്യാം, Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ടോടുകൂടി കോഴ്സ് കിട്ടും. ISROയുടെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് നോക്കണം. അപ്ലൈ ചെയ്തവരൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കണം. കൂടുതലായിട്ടും വന്നിരിക്കുന്ന പോർഷൻസിൽ നമ്മുടെ വൊക്കാബിനെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. റെഗുലർ ബേസിസിൽ വൊക്കാബ് ഒക്കെ പഠിച്ചു പോകണം. അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലൊക്കെ തന്നെ ബസ്സസ് കൂടുതലും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ വൊക്കാബുലറിക്ക് നല്ല ഹൈലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണം. സോ മൂവിങ് ടു ദി നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മുടെ വൊക്കാബുലറിയിലോട്ട് പോകാം. സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിംഗ് വേർഡ്സ്, തിങ്സ് ലൈക്ക് ദാറ്റ്. ആദ്യത്തെ വേർഡ് ഫൾമിനേഷൻ. ഫൾമിനേറ്റ് ചെയ്യുക, പ്രൊട്ടസ്റ്റ് ചെയ്യുക, ഒബ്ജക്റ്റ് ചെയ്യുന്നൊക്കെ അല്ലേ. അപ്പൊ ഫൾമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊട്ടസ്റ്റ്, നമ്മുടെ എതിർപ്പ് അല്ലെ, ഒബ്ജെക്ഷൻ. അല്ലെങ്കിൽ ഫൾമിനേഷൻ വേറെ അർത്ഥം ഉണ്ടേ, ക്രാഷ് അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറിക്കല്. അതിനും നമ്മൾ എന്ത് പറയും? ഈ പറയുന്ന ഫൾമിനേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. സോ ഫൾമിനേഷൻ രണ്ടർത്ഥമാണ് ഇവിടെ പറയണേ. ഒന്ന് ഓർത്തുള്ള, വൺ ഇസ് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒബ്ജെക്ഷൻ, എതിർപ്പ്. അടുത്തത് എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ക്രാഷ്. ഓക്കെ, ഫൾമിനേറ്റ് ചെയ്യുക എന്ന വേർബ് കേട്ടോ. ഫൾമിനേറ്റ് എന്ന വേർബ് ഉണ്ട്. അപ്പൊ എപ്പോഴും നൗണ് വേർബ് കാര്യങ്ങൾ മറക്കണ്ട. അടുത്ത ഇംപിഞ്ച്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇംപിഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കണം, അതിന്റെ കൂടെ എപ്പോഴും ഒരു ഓൺ എന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ ഉണ്ടായിരിക്കും. ഇംപിഞ്ച് എന്ന വാക്കിന്റെ കൂടെ എപ്പോഴും ഓൺ എന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. അതായത് ഇംപിഞ്ച് എന്ന് പറഞ്ഞാൽ അഫക്ട് ചെയ്യുക അല്ലെ, ബാധിക്കുക അല്ലെ, ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്ട്രൈക്ക് ചെയ്യുക, ഹിറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ ഇംപിഞ്ച് ഓൺ സംതിങ്, ദിസ് വിൽ ഇംപിഞ്ച് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ ഇന്നയാൾ എന്നൊക്കെ പറയില്ലേ. ആ ഇംപിഞ്ച് എന്ന് പറയുമ്പോൾ ഓൺ എന്തായാലും ഉപയോഗിച്ച് നോക്കണം. എന്നാൽ ഇംപിഞ്ചിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ അഫക്റ്റ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ തന്നെ പരിധി കഴിഞ്ഞൊരു കാര്യത്തിൽ ഇടപെടുക എന്നല്ലേ. സോ എൻഗ്രോച്ച് ഓൺ അല്ലെ, ഇംപിഞ്ച് ഓൺ സംബഡീസ് ഫ്രീഡം, ഒരാളുടെ എൻഗ്രോച്ച് ചെയ്യുക, പരിധി കഴിഞ്ഞിട്ട് അതിൽ കയറി ഇടപെടുക.
അതിനും ഇംപിഞ്ച് എന്ന് പറയാം. ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കാര്യത്തിൽ അനാവശ്യമായിട്ട് കയറി എൻക്രോച്ച് ചെയ്യാണ്, ഇൻട്രൂഡ് ചെയ്യാണ്, അതിനെയും നമുക്ക് ഇംപിഞ്ച് എന്ന് തന്നെ പറയാം. ബട്ട് ശ്രദ്ധിക്കണം, രണ്ട് കേസിലാണെങ്കിൽ പോലും ഇംപിഞ്ച് എന്ന വാക്കിന്റെ കൂടെ ഫിക്സഡ് പ്രിപ്പോസിഷൻ ആയിട്ട് ഓൺ ഉപയോഗിക്കണം. ഇത് നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചോണേ. കാര്യം എക്സാമിന് നിങ്ങൾക്ക് എന്താ പറയാ ഫില്ലേഴ്സ് ആയിട്ട് ചോദിക്കുമ്പോൾ ചിലയിടത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം, ഇംപിഞ്ച് വന്നു അതിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ വേണം, ഓൺ വേണം എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക. അല്ലെങ്കിൽ നോ പ്രിപ്പോസിഷൻ അല്ല വരേണ്ടത്, പ്രിപ്പോസിഷൻ നമുക്ക് വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണമെങ്കിൽ ഇത് കൃത്യമായിട്ട് പഠിച്ചോളൂ. പോയിന്റ് ചെയ്തൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതൊക്കെ എക്സാമിന് വരുന്നതാണ്. അടുത്ത അബൈഡ്. അബൈഡിന്റെ കൂടെ നിങ്ങൾ ഓർത്തോളും. അബൈഡ് ചെയ്യുന്നുള്ള ഒരർത്ഥം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, അക്സെപ്റ്റ് ചെയ്യുക. ഒരു കാര്യത്തോട് നമ്മൾ അംഗീകരിക്കണം. ഒരു എന്താ പറയാ ഒരു പരാതി ഇല്ല, നമ്മൾ ഒരു കാര്യം അബൈഡ് ചെയ്ത് അതിനെ ഫോളോ ചെയ്ത് ഒബേ ചെയ്ത് പോവുക, അപ്ഹോൾഡ് ചെയ്യുക, അതിന് നമ്മൾ അബൈഡ് ചെയ്യാന്ന് പറയും. അബൈഡ് ബൈ ദ റൂൾസ്. കുറച്ചു മുമ്പ് ഒരു സെന്റൻസ് ആര് പറഞ്ഞേ, അബൈഡ് ബൈ ദ റൂൾസ് ഓഫ് സംതിങ് ആണെന്ന് പറയുന്നത്. അബൈഡ് ബൈ ആണ് എപ്പോഴും അതിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. എന്നാൽ അബൈഡിന് വേറെ അർത്ഥമുണ്ട്. ഐ കനോട്ട് അബൈഡ് യു എനിമോർ. എനിക്ക് ഇതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ കനോട്ട് അബൈഡ് യുവർ ബിഹേവിയർ എനിമോർ. എന്നെക്കൊണ്ട് സഹിക്കുക. ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ അങ്ങോട്ട് പാലിച്ചു പോകുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അബൈഡ് ബൈ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആക്സെപ്റ്റ് ബൈ അങ്ങനെ ഒരു അർത്ഥത്തിലോട്ട് വരുന്നത് കേട്ടോ. അല്ലാതെ അബൈഡിനെ നമുക്ക് ട്രാൻസിറ്റീവ് വേർബായിട്ട് ഉപയോഗിക്കാം, പക്ഷെ അതിന്റെ അർത്ഥം വളരെ റയറസ്റ്റ് ആയിട്ട് പക്ഷെ അത് ഉപയോഗിക്കുന്നത്. അബൈഡ് ഫോർമൽ ആയിട്ട് ഉപയോഗിക്കും എപ്പോഴും ഈ അർത്ഥം തന്നെയാണ്. ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയും ഐ കനോട്ട് അബൈഡ് യു, ഐ കനോട്ട് ടോളറേറ്റ് യു, എനിക്ക് ഇതിനെ ബെയർ ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ഫിക്സഡ് പ്രിപ്പോസിഷന്റെ ആവശ്യമില്ല, ട്രാൻസിറ്റീവ് വേർബായിട്ട് ഉപയോഗിക്കുന്നത്, അതിനുശേഷം ഒബ്ജക്റ്റ് വരും. ഓക്കെ, അതൊന്ന് ഡിഫറൻസ് പറഞ്ഞതേ ഉള്ളൂ. അതായത് നിങ്ങൾ സെന്റൻസ് കാണുമ്പോൾ അയ്യോ റിട്ട് മിസ് ഇത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്, ഇങ്ങനെയും കൂടെ ഉണ്ട് കേട്ടോ, ഓർത്തോ. അടുത്ത ഫ്രൂഷൻ. ഫ്രൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് നോക്കിയേ, ഫലവൽക്കരണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. ഫ്രൂട്ട് ഉണ്ടാവുക, ഫ്രൂട്ട് ഉണ്ടാവുക റിസൾട്ട് കാണുക അല്ലെ, റിസൾട്ട് കാണും. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ട്സ് എന്നാണ്. സോ ഫ്രൂട്ട് ഉണ്ടാവുക, ഫലം എന്നൊക്കെ അർത്ഥം പറയില്ലേ. അപ്പം ഫ്രൂട്ടിഫൈ അല്ലെ എന്നൊക്കെ നമ്മൾ പറയും. ഫ്രക്ടിഫൈ, യെസ്, ഫ്രക്ടിഫൈ, യെസ്. അപ്പം ഫ്രൂഷൻ എന്ന വാക്കിനർത്ഥം ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ സക്സസ്. അതിനെയാണ് ഫലവത്കരണം എന്നൊക്കെ പറയും അല്ലെ. അതിനെയാണ് ഫ്രൂഷൻ എന്ന് പറയാം. ഫുൾഫിൽമെന്റ് ആണ്, സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, അച്ചീവ്മെന്റ് അല്ലെങ്കിൽ സക്സസ്, അതാണ് ഫ്രൂഷൻ. ഓക്കെ, അടുത്തത് വെയിൽഡ് ആണ്. നമ്മൾ വെയിൽ പഠിച്ചിട്ടുണ്ട്. വെയിൽ എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ടും വേർബ് ആയിട്ടും ഉപയോഗിക്കും. പക്ഷെ വെയിൽഡ് എന്ന് പറയുമ്പോൾ അതിന് അഡ്ജക്റ്റീവ് ആയിട്ട് V3 അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. വെയിൽ ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ കവേർഡ് ആയിട്ടുള്ളത്, കൺസീൽഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എക്സ്പ്രസ്ഡ്. സംഭവം ഹിഡൻ ആണ്, സംഭവം ഹിഡൻ ആണ്. വെയിൽഡ് ആണെങ്കിൽ ഹിഡൻ ആണെന്ന് അർത്ഥം അല്ലെ. വെയിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂടപ്പെട്ട് കിടക്കുകയാണ്, എവിടെയോ സംഭവം ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്. ദാറ്റ് ഈസ് കൺസീൽഡ്, ഹിഡൻ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എക്സ്പ്രസ്ഡ്. ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല, അതിനാണ് വെയിൽഡ് എന്ന് പറയാം. വെയിൽഡ് കോമന്റ് ഓഫ് ഹിം എന്ന് പറഞ്ഞാൽ അവൻ എക്സ്പ്രസ് ചെയ്തു എന്തോ, പക്ഷെ അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് നൈസ് ആയിട്ട് അവൻ അങ്ങ് എക്സ്പ്രസ് ചെയ്തു. വെയിൽഡ് കോമന്റ്സ് ഒക്കെ വരാറുണ്ട് ചിലരൊക്കെ അല്ലെ. എസ്പെഷ്യലി നമ്മളിപ്പോ ഒരു വാഗ്വാദം ഒക്കെ ഏറ്റെടുക്കുമ്പോൾ ചില സമയത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് കുത്തും ചിലരൊക്കെ അല്ലെ, ഡിബേറ്റിന്റെ സമയത്തൊക്കെ. സോ ദാറ്റ് ഈസ് വെയിൽഡ്, ഓർത്തോണം. ഓക്കെ, ലെറ്റ് മീ സീ യോർ സെന്റൻസസ്. നോക്കാം സെന്റൻസ് ഇപ്പം. ഓക്കെ, all right. Sonal, good morning. He pointed out the mistakes in the interview. Great. India should not carry on with the same population growth rate. Satyam. പണി വാളുന്ന തോന്നുന്നേ. എന്താണ് നമ്മൾ ഇങ്ങനെയെന്ന്? Hi Srija, good morning. He gave a quotation to strike down his opponent. Oh, what a quotation. Le, kolla. Some people excels. Rashmi, some people excel. Karim, excels എന്ന് പറയുമ്പോൾ എന്തായി? സിംഗുലർ ആയി. പീപ്പിൾ പ്ലൂറൽ നൗൺ ആണ്. പീപ്പിൾ എപ്പോഴും പ്ലൂറൽ നൗൺ ആണ്. സോ അതുകൊണ്ട് എക്സെൽസ് കൊടുക്കരുത്, പ്ലൂറൽ വേർബ് കൊടുക്കുക. എക്സെൽ while pointing out others mistakes. അതുണ്ട് അല്ലേ. The stakeholder is upping the ante. Oh great, that's great. The practice of sati in India was struck down by the efforts of Raja Ram Mohan Roy അല്ലേ. Parvati, yes. Shamas expresses opinion without any fear that the dignity of animals is to be protected and emphasize that cockfight, jallikattu must be struck down. Satyam. അതൊക്കെയാണ് പ്രശ്നം അല്ലെ. ഹോമം വേണം എന്നൊക്കെ പറയുന്നത്. They planned a salvo to catch the perpetrators amid the ongoing espionage. Great. Even though Akbar struck down jizya, Aurangzeb reinforced the same again. Great. Finally, the stakeholder decided to carry on the project. Great. That's great. Success impinge on hard work. Influence on. Success impinge on വരുമോ? ഇല്ല. Success impinges on hard work എന്ന് കൊടുക്കണം. കാര്യം സക്സസ് സിംഗുലർ അല്ലേ. സബ്ജക്ട് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ. കേട്ടോ. രശ്മി ഇവിടെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാല് രശ്മി നോക്കേണ്ടത് സബ്ജക്ട് കോൺകോഡ് ശ്രദ്ധിക്കുക. ബേസിക് കോൺകോഡ്. സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വെർബ് സിംഗുലർ കൊടുക്കുക. വെർബിനെ എങ്ങനെ സിംഗുലർ ആക്കുക? എസ് ഇട്ട് കൊടുത്താൽ മതി. വെർബിന്റെ കൂടെ എസ് ഇട്ട് കൊടുത്താൽ മതി.
Subject plural and verb plural. Plural verb is S illa. S illate plural verb. S solo singular verb. Difference adane. The threat of bomb fulmination created a ruckus among the crowd. Great. Physical main alle. 50 questions on Shahana. Air traffic control. Physics main. Physics main. Yes. The fulmination against Pakistan is mounting in the 20 mark English. 20 mark English. Physics in 50. Maths and reasoning in 20. Waki. Maths and reasoning in maths and reasoning in 10. GK ki 10. Yes. The fulmination against Pakistan is mounting in the POK and Balochistan. Yes. The workers show their fulmination by not undertaking by is a proposition verbal gerund form verb in a gerund formulation by not undertaking production against the new rules imposed by the company. By not undertake production activities against it. Okay. By undertaking okay. As a citizen of India, we must abide the rules. We must abide by the rules. Abide by abide by the rules of Constitution of India. Curtailment of freedom is done by impinging on her life unnecessarily. Impinging into parayilla. Impinging on the fixed preposition. Impinge on, not into. You should abide by the traffic rules. That's a great sentence. We should abide by the new policies and schemes of the government. Great. The Indo-Pak partition had a negative impinge in the communal harmony. On the communal harmony. Communal harmony male. That's impinge in the fixed preposition on the Indo-Pak partition had a negative impinge on the communal harmony in India. I think this fulmination broke out under the thumb of opposite party. Alright, it's our duty to abide by the rules. Yes, great. Continuous fulmination in quarries will damage the nearby households. Yes. There is something veiled in her opinion. Great. All of us must wait patiently for the fruition of our lives. Yes. Fruitful sessions are granted whenever Indimam comes into the throne. And the Shamma say, thank you. Hi Hari, in the Pune. Etra Kala in Neela Lavchina Kandit. Neela Lavchina Kandamia Rogo, you Hari Analo. Hari, how are you? Endunda Visheshangal Yolikara Sugaitidikino. Chinese government, Chinese only or Chinese government alleviated the zero COVID policy due to the fulmination of public. Yes. Yeah. Fulmination impinged on the society. Okay. Because in the Chippim, Hirim, I'm happy when I come into the the editorial session. In the Chipping and the Hariang. Okay. Fulmination impinged on society, great sentence. He pointed out fulmination against government for implementing new projects. That's great. COVID pandemic impinged on the economy of many countries. All right. It's important to mention your fruitions in your CV. Okay, great. On to the inadequate infrastructure in India, the soaring population will create some idiosyncrasies and adversely impinge the status impinge on the status quo of a country. Impinge on, influence on, impinge on. Everybody impinge on. Tolerate and how can a bee sting on my veiled face? That's great. Your laziness will impinge on your success. Great. I abided the terms. I abided by the terms and follow in cheyannu parayumbo namukku preposition avashyamilla. Pakshe abide ennu parayumbo adinte preposition venam ketto. Nandisha, I abided by the terms and conditions. Okay. The fulmination is carried out by the farmers to strike down enactments that are impinging the rights is now attained its fruition. Okay. Great. Why are you cranky? Why are you cranky, Miss Eno? Sound? Sound? ഇന്നലെ മുതൽ എനിക്ക് തുടങ്ങി എനിക്കൊന്ന് തണുപ്പ് ഭയങ്കര കൂടുതലാണ് maybe അതുകൊണ്ടായിരിക്കാം or എൻ്റെ സ്വഭാവം cranky എന്നാണോ ഈശ്വര cranky has a meaning like that അതുകൊണ്ട് ചോദിച്ചേ ആണോ is my sound cranky or am I cranky
സൗണ്ടിനാണെങ്കിൽ തണുപ്പില്ല. ഹിസ് ഫ്രൂഷൻ ഇസ് എ റിസൾട്ട് ഓഫ് ഹിസ് വൈഫ്സ് ഇംപിഞ്ച് ഓൺ ഹിം. ഇല്ല സുമി, ഇംപിഞ്ച് എന്ന് പറയുന്നത് ഇസ് ദ നൗൺ. ഇംപിഞ്ചിനെ സുമിക്ക് വേർബായിട്ട് ഉപയോഗിക്കണോ? യു കെൻ യൂസ്, അല്ല വേർബാണിത്, ഇറ്റ്സ് നോട്ട് എ നൗൺ. നൗണായിട്ട് ഉപയോഗിക്കണമെങ്കിൽ വി ഹാവ് എ നൗൺ, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇംപിഞ്ച്മെന്റ് ആണ് കേട്ടോ, ഇംപിഞ്ച്മെന്റ് ആണ് നൗൺ. ഓക്കെ, നൗണായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, വൈഫ്സ് ഇംപിഞ്ച്മെന്റ് impingement on him എന്ന് കൊടുക്കണം കേട്ടോ. Unveiling the scarf of Razia added fuel to the fire and exacerbated the situation. അയ്യോ അല്ലേ, സത്യം. Physical punishment and mental torturing will impinge children's progress badly. Will impinge on കുട്ടികളുടെ പ്രോഗ്രസ്. impinge on അഫക്റ്റ് ചെയ്യപ്പെടും, അഫക്റ്റ് ചെയ്യും എന്ന് പറയല്ലേ. അഫക്റ്റിന്റെ കൂടെ നമുക്ക് ഇത് വേണ്ട, ഹിറ്റ് സ്ട്രൈക്ക് അതിനൊന്നും നമുക്ക് ഓൺ വേണ്ട, പക്ഷെ ഇംപിഞ്ചിന് ഓൺ വേണം കേട്ടോ. അവിടെ നമുക്ക് ഓൺ നിർബന്ധം. ഓക്കെ, all right, Allah. Okay, clear. One day I will reposit to your flag with my fruition. Great. Fruition of dreams comes through hard work. Great. Adolla. Havamole, good morning. Nandana, good morning. Yes, sugaittirikkunnu allathu modi hari adu ketta modi. Central and state government always place their evidence in the name of seal car. Cover spelling COVER. Sealed car jurisprudence before Honorable Supreme Court, and it must not be veiled. Okay, all right. കൂട്ടത്തിലെ കമ്പനി ഇവനെയാണോ, റെജിനാണോ ഉദ്ദേശിച്ചത്? അവൻ കുറച്ച് ആളായിട്ട് ഇവിടെ ഇല്ല, നാട് വിട്ടെന്ന് തോന്നുന്നത്. Try hard for the fruition of your dreams and point them out your veiled abilities. Great. The fulminations at frequent intervals held off the bills from enforcement. All right. The court signed a verdict to catch the perpetrators who create the fulmination. Great. Her opinion will impinge on my decision. That's great. ഇല്ലില്ല, അക്സെപ്റ്റഡ് എന്ന് ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഞാൻ ഫോളോ ചെയ്തു, എല്ലാവരെയും അർത്ഥം. അവിടെ അക്സെപ്റ്റ് എന്ന അർത്ഥം വരുമ്പോൾ, അർത്ഥം വന്നാലും കോണ്ടെക്സ്ച്വലി മാറുന്നത് എന്താ കോണ്ടെക്സ്ച്വലി മാറുന്നത്? അബൈഡ് എന്ന വാക്കിന് അർത്ഥം എന്ന പാലിക്കുക. ഒരു കാര്യം നമ്മൾ പാലിക്കുന്ന എപ്പോഴാണ്? നമ്മൾ അതിനോട് ചേർന്ന് പോകുമ്പോൾ, വെൻ യു കൺഫേം ടു സംതിങ് അല്ലെ, ഒരു കാര്യത്തോട് നമ്മൾ കൺഫേം ചെയ്ത് പോകുമ്പോഴാണ് അല്ലെ, ആ സാധനമാണ്. അപ്പം സോറി, കൺഫേം ടു അല്ല, കൺഫേം വിത്ത് അല്ലെ, കംപ്ലൈ വിത്ത് ആണ്. ഒരു കാര്യത്തിൽ നമ്മൾ ചേർന്ന് പോകും, ആ അർത്ഥമാണ് കംപ്ലൈ വിത്ത്, അല്ലെങ്കിൽ നമ്മൾ അഡിയർ ടു, അതാണ് അബൈഡ് ബൈ എന്ന് പറയുന്നത്. സാധനം അബൈഡ് ബൈ ആണ്, അതേ മീനിങ് ആണ്. അപ്പോഴും പാസീവ് അല്ല വരുന്നത്. നീ ആ പാസീവ് വരുന്നത് പേടിച്ചിട്ടല്ലേ? പാസീവ് അല്ല അത് കേട്ടോ, പാസീവ് അല്ല. ബിക്കോസ് അബൈഡ് എന്ന് പറയുന്നത് പാസീവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക്. അതിന്റെ കാരണം ഇറ്റ്സ് എന്താ പറയാ, അബൈഡ് എന്ന് പറയുന്നത് ഒരു ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, എന്നാണ്. ഓക്കെ, ഓൾ റൈറ്റ്, ക്ലിയർ ആണ്. ഇന്ന് എനിക്ക് ഉഷാറുണ്ട്. ഇന്ന് എന്റെ മനസ്സിൽ ഭയങ്കര ഉഷാറുള്ള. ഇനിയിപ്പോ ഞാൻ അത് ഉഷാറ് പുറത്തോട്ട് വരുന്നില്ലേ, എന്താണ് വിനു? ഇനി അങ്ങനെ ആണോ? അറിയത്തില്ല. ഓക്കെ, we all have some veiled characters within us. Of course, നമ്മൾ പുറത്ത് കാണിക്കാത്ത കുറെ അല്ലേ ക്യാരക്ടേഴ്സ് നമുക്ക് ഉണ്ടെന്ന് പറയും. Of course, yes. The police officer urged up the veiled evidence by the culprit. Earthed എന്ന് പറഞ്ഞാലും കുഴിച്ചിട്ടു എന്നല്ലേ ഉദ്ദേശിക്കുന്നേ, അതോ കുഴിച്ചെടുത്ത് മാറ്റിയെന്നാണോ? അതാണെങ്കിൽ unearthed ആണ് കേട്ടോ. കുഴിച്ചെടുത്തു എന്നാണോ, പുറത്തോട്ട് എടുത്തു എന്നാണെങ്കിൽ unearthed ആണ്, അതിന്റെ അർത്ഥം unearthed ആണ് കേട്ടോ. unearthed നമ്മൾ പറയും. അതിന് ഫ്രേസൽ വെർബ് ആയിട്ട് കൊടുത്താൽ അല്ലേ earth up എന്ന്, നൗൺ ആയിട്ട് കൊടുക്കുമ്പോൾ earth ഇതായിട്ട് കൊടുക്കുക കേട്ടോ. earth upന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, earth upന്റെ പ്രശ്നം അറിയോ, earth up ഫ്രേസൽ വെർബ് ആണ്. പക്ഷെ പ്രോബ്ലം ഇസ് earth up എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചിടുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ സൈഡിലായിട്ട് അതിന് ചേർത്ത് മണ്ണൊക്കെ ഇട്ടു. ഇപ്പൊ ഒരു പ്ലാന്റ് ഒക്കെ, ഒരു സീഡൊക്കെ നമ്മൾ ഒരു പ്ലാന്റ് നടുമ്പോഴോ അല്ലെ, ഒരു ചെടി നടുമ്പോ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു വിത്ത് വഴി ഇടുമ്പോ നമ്മള് മൂടില്ലേ, എന്താ പറയാ, മണ്ണിട്ട് അതിനെ മൂടുന്നതിനെയാണ് ഏർത്തപ്പ് എന്ന് പറയാം. സുമി, അപ്പൊ അതിന്റെ മീനിങ് മാറിയില്ലേ? പുറത്തോട്ട് എടുത്തു, വെളിയിലോട്ട് കൊണ്ടുവന്നു, ഡിസ്ക്ലോസ് ചെയ്തു അർത്ഥമാണെങ്കിൽ അണേർത്ത് ചെയ്തു എന്ന് കൊടുക്കണേ, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അണേർത്ത് ചെയ്യാന്ന് അതായിരിക്കും ഉദ്ദേശിച്ചത് സുമി അല്ലേ. ക്ലൈമറ്റ് ചേഞ്ച് ഇമേജസ് ഓൺ ദ അഗ്രികൾച്ചർ സെക്ടർ ബാഡ്ലി. ഗ്രേറ്റ്. ഓക്കെ, സെക്വസ്റ്റേർഡ് സിനോണിം വെയിൽഡ്. സെക്വസ്റ്റേർഡ് പറയാം. You are incumbent to abide by the traffic rules while driving. Yes, that's great. Okay, everyone abides by the government's new policy. Yes, great sentence. Moving on, people, next set load pogam. Incentivize cheya. Endana incentivize? Incentivize കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇൻസെന്റീവിന്റെ verb ആണ് incentivize. അപ്പം ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോട്ടിവേഷൻ അല്ലെ, നമ്മുടെ ഒരു മോട്ടിവേഷൻ, ബൂസ്റ്റ്, സപ്പോർട്ട് അല്ലെ, അതിനെയാണ് നമ്മൾ ഇൻസെന്റീവ് എന്ന് പറയാം അല്ലെ, എൻകറേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ സാധനം. ഇൻസെന്റീവ് കിട്ടി, ഗവൺമെന്റ് ഇൻസെന്റീവ് കിട്ടി എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്കൊരു ബൂസ്റ്റ്, അതൊക്കെ നമുക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു എന്താ പറയാ, ഒരു
ഒരു ഇതാണ് അല്ലെ. ഇൻസെന്റീവ് എന്ന് പറയുന്നത് നൗൺ ആണ്. അപ്പൊ ഇൻസെന്റിവൈസ് എന്ന് പറയുന്നതിന്റെ വേർബും ആണ്. അത് കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. അപ്പൊ ഇൻസെന്റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക, സ്പർ ചെയ്യുക, പെർസ്വേഡ് ചെയ്യുക എന്നൊക്കെ പറയാം. ഇൻസെന്റിവൈസ്. ഓക്കെ, അതായത് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നതാണ് ജല്ലിക്കെട്ട് നടത്തുന്ന കൊള്ളാം, നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് ജല്ലിക്കെട്ട് നടത്തിക്കോളൂ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഗവൺമെന്റ് വെറുതെ അനാവശ്യമായിട്ട് യൂത്തിനെ ഇൻസെന്റിവൈസ് ചെയ്യാൻ ബൈക്കൊക്കെ ഒന്ന് കൊടുത്തേക്കരുത് അവർക്ക്. അത് ബൈക്ക് കൊടുക്കുമ്പോൾ വീണ്ടും ഒരു പ്രോത്സാഹനമാകും. ദാറ്റ് ഇസ് ഇൻസെന്റിവൈസ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത സ്പെക്ടേറ്റർ. സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞാൽ കാണികൾ അല്ലെ, നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ആളാണ് അല്ലെ. ഇപ്പം നമ്മളൊരു പെർഫോമൻസോ ഒരു ഇവന്റോ എന്തെങ്കിലും ഒരു കാര്യം ഒരു കണ്ടോണ്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കും ഓൺ ലുക്കർ അല്ലെങ്കിൽ ലുക്കർ ഓൺ. നമ്മൾ പറയും ലുക്കർ ഓൺ ലുക്കർ അല്ലെങ്കിൽ വ്യൂവർ, ഒബ്സർവർ, വാച്ചർ എന്നൊക്കെ പറയാം. വിറ്റ്നസ് ഒക്കെ പറയാം കേട്ടോ. അതിനെ സ്പെക്ടേറ്റർ എന്ന് പറയാം, കണ്ടോണ്ടിരിക്കുന്ന ആള്. അപ്പം ഓർത്തോണേ, സ്പെക്ടേറ്റർ എന്ന് പറയുന്ന കണ്ടോണ്ടിരിക്കുന്ന ആളാണെങ്കിൽ സ്പെക്ടക്കിൾ ആണ് കാണുന്ന സാധനം. സ്പെക്ടക്കിൾ ദൃശ്യം അല്ലെ. സ്പെക്ടക്കിൾസ് അല്ലെ, മാറിപ്പോരുത്, ഒരു കൺഫ്യൂസിംഗ് വേർഡ് പെടുന്നതാണ്. സ്പെക്ടക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ദൃശ്യം. നമ്മുടെ സിനിമ ദൃശ്യല്ലേ, ഇറ്റ്സ് എൻ അമേസിംഗ് സ്പെക്ടക്കിൾ, നല്ലൊരു ദൃശ്യമായിരുന്നു എന്ന് പറയില്ലേ, ആ സ്പെക്ടക്കിൾ ദൃശ്യം, ദാറ്റ് ഇസ് വിഷ്വൽ സാധനം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വിളിക്കുന്ന സ്പെക്ടക്കിൾ. എന്നാൽ വേറൊരു സ്പെക്ടക്കിൾ ഉണ്ട്, അതും കൂടെ ഓർത്തോണം, ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഓർത്തോളാം. മറ്റേത് സ്പെക്ടക്കിൾസ് ആണ്. സ്പെക്ടക്കിൾസ് നമ്മുടെ കണ്ണട, സ്പെക്ടക്കിൾസ് അത് പ്ലൂറൽ നൗൺ ആണ്. സ്പെക്ടക്കിൾസ് എപ്പോഴും പ്ലൂറൽ നൗൺ ആണ്. ഗ്ലാസസ് അല്ലെ, ഗ്ലാസസ് പറയുന്നത് സ്പെക്ടക്കിൾസ് ആണ്. മറ്റേത് സ്പെക്ടക്കിൾ ഉണ്ട്, അതിന്റെ പ്ലൂറൽ സ്പെക്ടക്കിൾസ് ഉണ്ട്. ദൃശ്യം പറയില്ലേ, സ്പെക്ടക്കിൾ, ഇറ്റ് ഈസ് ആൻ അമേസിംഗ് സ്പെക്ടക്കിൾ. അത് ഡിഫറൻസ് മാറിപ്പോകാറുണ്ട്. സോ റിമെമ്പർ ദാറ്റ്. അടുത്തത് ഇല്യൂസീവ്. ഇല്യൂസീവ് ഓക്കെ, ഇല്യൂസീവ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇല്യൂസീവ് ഉണ്ട്. ഒരു ഇല്യൂസീവ് ഇസ് ഈ ഇല്യൂസീവ്, വേറൊരു ഇല്യൂസീവ് ഉണ്ട് ILLUSIVE. രണ്ടും അഡ്ജക്റ്റീവ് ഇല്യൂസീവ് ആണ്. ഈ ഇല്യൂസീവിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഡിസെപ്റ്റീവ്, നമ്മളെ പറ്റിക്കുന്ന അല്ലെ, ഇല്യൂഷണറി ആയിട്ടുള്ള, ഡിസെപ്റ്റീവ് ആയിട്ടുള്ള അല്ലെ. നമുക്ക് എന്താ പറയാ, നമ്മൾ ഇല്യൂഷൻ, നമുക്കൊരു തോന്നല നമ്മളെ പറ്റിക്കുന്ന രീതിയിലുള്ള, ദാറ്റ് ഇസ് ഇല്യൂസീവ് എന്നർത്ഥമുണ്ട്. രണ്ട് ഇല്യൂസീവ് ഉണ്ട്. ഈ ഇല്യൂസീവിന്റെ അർത്ഥം ILLUSIVE ഇല്യൂസീവ്. കൺഫ്യൂസിംഗ് വേർഡ്സ് പെടുന്ന എക്സാമിന് എപ്പോഴും വരുന്ന ഒരു കാര്യമാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഇല്യൂസീവ് ഇസ് ഡിസെപ്റ്റീവ്, പറ്റിക്കുന്ന. ഓക്കെ, അല്ലെങ്കിൽ ഇല്യൂഷണറി എന്നൊക്കെ പറയുന്ന സാധനം. മറ്റേ ഇല്യൂസീവ് ഈ ILLUSIVE ഇല്യൂസീവ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇലിസിറ്റ് പോലെ തന്നെ. അപ്പോൾ ഈ ഇല്യൂസീവിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുക, നമ്മളെ കൊണ്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുക, നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുക, ദാറ്റ് ഇസ് ഇല്യൂസീവ്. അല്ലെങ്കിൽ ഇവേസീവ്, നമുക്ക് എത്തിപ്പിടിക്കുന്നതിന് മുമ്പ് അത് ചാടിപ്പോകുന്ന പരിപാടിയാണല്ലോ. ഷിഫ്റ്റി, അതാണ് അണേബിൾ ടു ഫൈൻഡ് ഓർ അണേബിൾ ടു അച്ചീവ്, അതൊക്കെയാണ് ഇല്യൂസീവ്. വൺ വേർഡ് ചോദിക്കാം, ചിലപ്പോൾ നമ്മളോട് സിനോണിം ആയിട്ടും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും യു ഹാവ് ടു ഫൈൻഡ് ദി ആൻസർ. ഓർത്ത് വെച്ചോ, ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഓർ ഡിഫിക്കൽട്ട് ടു അച്ചീവ് എന്നൊക്കെ പറയും ഇല്യൂസീവ് കേട്ടോ. ഇവേസീവ്, ഷിഫ്റ്റി എന്നൊക്കെ അതിന് മറ്റ് സിനോണിംസ് ഉണ്ട്. അടുത്ത പ്രൊപ്പോണന്റ്. ഒരു കാര്യത്തിന്റെ പ്രൊപ്പോണന്റ് എന്ന് പറഞ്ഞാൽ വക്താവ് എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. മലയാളത്തിൽ പറഞ്ഞ വക്താവ്, അഡ്വക്കേറ്റ്, സപ്പോർട്ടർ, എക്സ്പോണന്റ് അല്ലെങ്കിൽ അപ്പസ്റ്റൽ. ഒരു കാര്യത്തിന്റെ അപ്പസ്തോലന്മാരാണെന്ന് പറയുമ്പോൾ ആ ഐഡിയ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാൾ, ആ ഐഡിയ ഊന്നൽ കൊടുക്കുന്ന, ആ ഐഡിയ ചേർന്ന് പോകുന്നവർ, സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരെയാണ് നമ്മൾ എന്താ പറയുക, വക്താക്കൾ അല്ലെ, പ്രൊപ്പോണൻസ് എന്ന് പറയും. ഇപ്പൊ ജല്ലിക്കെട്ടിന്റെ പ്രൊപ്പോണൻസ് എപ്പോഴും പറയുന്നത്, ജല്ലിക്കെട്ട് സാധാരണ ഫുട്ബോൾ പോലെ അല്ലെങ്കിൽ ഒരു കാർ റേസ് പോലെ ഒരു സാധാരണ ഒരു സ്പോർട്ടിംഗ് ഇവന്റ് തന്നെയാണ്. ഇത് നിങ്ങൾ എന്തിനാ എതിർക്കുന്നത് എന്നൊരു ചോദ്യമാണ് അവരെപ്പോഴും ചോദിക്കുക. കാര്യം ഇതും നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അതൊരു സ്പോർട്ടാണ്. പ്രൊപ്പോണൻസ് എപ്പോഴും അങ്ങനെയാണ്, സപ്പോർട്ടേഴ്സ്. ഓക്കെ, ഓർത്തോണം. അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ എക്സ്പോണൻസ് ഓർ അപ്പസ്റ്റൽ, അതാണ് പ്രൊപ്പോണന്റ് എന്ന വാക്കിന്റെ അർത്ഥം, നൗൺ. ഓക്കെ, അടുത്തത് മിസ്ഹാപ്പനിങ്, അതാണ് മിസ്ഹാപ്പ് എന്ന് പറയുന്നത്. അൺലക്കി ആക്സിഡന്റ് എന്നൊക്കെ പറയില്ല, അതിനാണ് മിസ്ഹാപ്പ് എന്ന് പറയുക. ആക്സിഡന്റ്, ട്രബിൾ, പ്രോബ്ലം, ഇഷ്യൂ. അയ്യോ, ഇറ്റ് വാസ് എ മിസ്ഹാപ്പ്, അതൊരു വലിയ പണിയായി പോയല്ലോ, അതൊരു വലിയൊരു ആക്സിഡന്റ് ആയി പോയല്ലോ, ദാറ്റ് ഇസ് മിസ്ഹാപ്പ് അല്ലെ. ചിലരുടെ മരണമൊക്കെ നമ്മൾ എപ്പോഴും ഒരു മിസ്ഹാപ്പ് ആയിട്ട് കരുതാറുണ്ട് അല്ലെ. ഒരു പ്ലെയിൻ ക്രാഷ് ഓർ നമ്മുടെ ആക്സിഡൻസ് എന്തെങ്കിലുമൊക്കെ നടന്നാൽ അതൊക്കെ നമ്മളൊരു അല്ലെ വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കരുതാറുണ്ട്. ദാറ്റ് ഇസ് മിസ്ഹാപ്പ്. ഓക്കെ, ഓർത്തോണം, ദാറ്റ് ഇസ് മിസ്ഹാപ്പ്. അടുത്ത് നോക്കാം. ഓക്കെ, മോസ്റ്റ് ഓഫ് അവർ മെയിൽ ക്യാരക്ടേഴ്സ് വിൽ കം ഔട്ട് വെൻ വി ആർ അലോൺ അറ്റ് ഹോം. അത് പറയാറുണ്ടല്ലേ, പൊതുവെ സൈക്കോളജിസ്റ്റ് പറയുന്ന കാര്യമാണ്. നമ്മൾ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ ശരിക്കുള്ള സ്വഭാവം എന്ന് പറയും. കാര്യം ആരും കാണുന്നില്ലാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ റിയൽ സ്വഭാവം. പുറത്ത് കാണിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മറയിടും. യു പുട്ട് എ വെയിൽ ഓൺ യുവർ ഫേസ് ആൻഡ് യുവർ ക്യാരക്ടർ, ബിഹേവിയറിൽ മൊത്തത്തിൽ. കാര്യം മറ്റ് സൊസൈറ്റിയിൽ നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ, സൊസൈറ്റിയിൽ കുറച്ചുകൂടെ സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യണം, കുറച്ചുകൂടെ എന്താ പറയുക, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന രീതിയിലുള്ള ബിഹേവിയർ വേണമെന്ന് പറയും. അതാണ് പല കാര്യങ്ങളും. ദാറ്റ്സ് ഇറ്റ്. Bracewell's unleashing of the beast out of him impinged on the Indians
വേണ്ട ഷമാസ ഇംപിഞ്ചിനോട് ഓൺ വേണോടാ അത് ഫിക്സ്ഡാ ഇംപിഞ്ച് ഓൺ ദ ഇന്ത്യൻസ് till the final hour കേട്ടോ the union government is incentivizing the use of renewable energy sources especially solar energy great find out that real problem great football is one of the most popular spectator sports yes it is I wait for being alone to unveil my hidden habits okay all right Abhinay kolla Joshimath impinged on the climatic barrier കേട്ടോ ഇംപിഞ്ചിനോട് ഓൺ വേണം ഹരി നിർബന്ധമായിട്ടും ജോഷിമത്തിന് സ്പെല്ലിംഗ് നോക്കിയേ ജോഷിമത്ത് MATH ആണ് ഡി അല്ല ജോഷിമത്ത് ഇംപിഞ്ച്ഡ് ഓൺ കൊടുക്കാൻ ഓൺ ഫിക്സ്ഡ് പ്രൊപ്പോസിഷൻ ഐ ഇംപിഞ്ച് ഓൺ ഫൾമിനേഷൻ സോറി ദ ഇംപിഞ്ച് ഓൺ അല്ല ദ ഇംപിഞ്ച് അല്ല ഐ അവിടെ ഞാൻ ഇവിടെ അറിയാതെ മുകളിലെ സെന്റൻസ് വായിച്ച ജിനു ദ ഇംപിഞ്ച് അല്ല ദ ഇംപിഞ്ച്മെന്റ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഇംപിഞ്ച് വെർബ് മാത്രം നൗൺ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇംപിഞ്ച്മെന്റ് എന്ന് കൊടുക്കുക ദ ഇംപിഞ്ച്മെന്റ് ഓൺ ഫൾമിനേഷൻ ഇസ് ended in a mishap കേട്ടോ the police were muted spectators of the incident great so mute spectators right okay the justification of spectator is the milestone in this case all right spectator was allured by the beautiful spectacle great editorial sessions incentivize of studies I'm so glad to hear that Nidhi great the spectators incentivize him to win the bike racing great government should devise a plan to incentivize the startup ideas great I was reluctant to participate in the quest program as it was an elusive one okay Gandhi was a proponent of non-violence he's a proponent of communism okay communism okay yeah math is an elusive subject for me എന്നെ കൊണ്ട് പറ്റില്ല കൂട്ടിക്കൂടില്ല അല്ലെ വെറുതെ ഓക്കെ ഗുഡ് ആക്ടേഴ്സ് ആർ ഗുഡ് സ്പെക്ടേറ്റേഴ്സ് യെസ് നമ്മൾ പറയില്ലേ ഗുഡ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആർ ഗുഡ് ലിസണേഴ്സ് എന്ന് പറയും അതുപോലെ that's great sentence Samdhya. Her life is full of mishap great as a result of surge in COVID cases the population in China is declined and in 2023 India will be incentivized in population and India will be in first position എന്റെ പൊന്നെ ഇന്ത്യ എങ്ങോട്ട് പോകുന്നത് അല്ലേ ഇന്ത്യ will be കേട്ടോ ബട്ട് ബി കൊടുക്കണമായിരുന്നു എപ്പോഴത് കറക്റ്റ് ഉള്ളൂ കാരണം will എന്ന് പറയുന്നത് മോഡൽ ഓപ്ഷനിൽ പോവാ അതിനുശേഷം വെർബ് വേണ്ടേ ആ വെർബ് V1 ആയിരിക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് will be കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ ശ്രദ്ധിക്കണേ അവിടെ ഒരു വിട്ടുപോയി മിസ് ചെയ്തു most of the aspirants think that to get a government job is an elusive thing okay all right yes that's great that was an elusive path alla an elusive alla spelling തന്നെ നോക്കണ്ട pronunciation നോക്കി elusive an ആണ് ട്ടോ a elusive alla an elusive സുമി കേട്ടോ Nehru was a proponent of socialism and secularism okay parents incentive children alla parents incentivize അല്ലേ രശ്മി ഇൻസെന്റീവ് നൗൺ ആണ് incentivize ആണ് നമ്മുടെ verb so incentivize കൊടുക്കുക parents incentivize children somewhat more than some teachers okay he is valiant enough to face his dismissal okay recalcitrant are the coerced juniors to take up MSET cases and incentivize them monetary benefits all right incentivize them with കേട്ടോ encourage them with monetary benefits കൊടുക്കണേ ദമ്മും പിന്നെ monetary benefits ഒരുമിച്ച് വരില്ലടാ അത് ഒബ്ജക്റ്റ് അല്ലേ incentivize them with കേട്ടോ ക്ഷമാസേ incentivizing yourself would overcome the thought that it was an elusive task great there is nothing elusive if you work hard all right that's a great sentence the opponents gathered for the debate squared the opponents gathered for the debate squared up the അതിലൊരു പ്രശ്നമുണ്ടല്ലോ രണ്ട് വെർബ് വരുന്നുണ്ടല്ലോ ഒരു വെർബേ പറ്റുള്ളൂ എങ്ങനെ കൊടുക്കാം the opponents gathered for the debate അവിടെ സ്ക്വയർഡ് അപ്പ് വരില്ല ഡിബേറ്റ് സ്ക്വയർഡ് അപ്പ് the opponents gathered up for the debate that squared up the proponents എന്ന് കൊടുത്തു കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ആവും he will not come today because yesterday a mishap occurred to him okay all right it will take time for me to recover from the mishap okay all right the plane crash was a mishap for his family okay it was a sudden mishap so no one could recover from it till now okay ഈ till now ന്റെ പ്രശ്നമുണ്ട് till now ഒന്ന് present perfect tense കൊടുക്കണം ഇതുവരെ present perfect tense അപ്പോൾ എന്ത് കൊടുക്കണം it was a sudden mishap so കഴിഞ്ഞിട്ട് no one could have been recovered എന്ന് വരുവാണെങ്കിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ അല്ലെങ്കിൽ till now വേണ്ട till now ഇല്ലാതിരുന്നാലും മതി ട്ടോ രശ്മി government should incentivize the steps against the foodborne disease in Kerala സത്യം എല്ലായിടത്തും അതെ if the cutoff mark remains high it will be very elusive for me to get shortlisted in the mains list okay all right
You should incentivize yourself. All right, then good morning. Our neighbors are the best spectators around us. If you're not worked hard, if you didn't work hard എന്ന് കൊടുക്കാം. വർക്ക് ചെയ്തില്ലെങ്കിൽ ഭാവിയിലെ കാര്യമാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാന്നറിയോ പാർവതി? If you don't work hard, നീ വർക്ക് ചെയ്തില്ലെങ്കിൽ, നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ, if you don't work hard, the exam will be an elusive one for you. If you don't, കേട്ടോ, തെറ്റിപ്പോയി. കണ്ടീഷണൽസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. If you don't work hard ആണ് സിമ്പിൾ പ്രസന്റ് കൊടുക്കുക, എന്നിട്ട് അതിന്റെ ഭാവിയിൽ നടക്കുന്ന കാര്യത്തെ റിസൾട്ട് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. രണ്ടാമത്തെ ക്ലോസ് കറക്റ്റ്, ഫസ്റ്റ് ക്ലോസിന്റെ പ്രശ്നമുള്ളൂ. If you don't work hard. Though it was an elusive game, he won the game through his tactics. Great sentence. Okay. Moving on, people. നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ഇന്നലെ പറഞ്ഞിരുന്നു CPOയുടെ നോട്ടിഫിക്കേഷൻ ഇന്നലെയാണ് ക്ലോസിംഗ് ഡേറ്റ് 18th. CPOയുടെ വിമൻ CPOക്ക് ഫെബ്രുവരി 1 വരെ ഉണ്ട്. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്തോടെ. പിന്നെ ഒരു എക്സാമേ ഉള്ളൂ, +2 പ്രിലിംസ് എന്ന് പറഞ്ഞ മീൻസ് ഒന്നും ഇല്ല, ഒറ്റ എക്സാം ഉണ്ടാവുള്ളൂ CPOക്കൊക്കെ. പിന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം പ്രിലിംസ് ഒക്കെ കൂടി വരാൻ പോവാണ്. ഏപ്രിൽ മാസം, മെയ് മാസം ഉണ്ടാവും. പഠനം മുറുക്കിക്കോണം കേട്ടോ. ആരെങ്കിലും കുഴപ്പമൊന്നുണ്ടെങ്കിൽ ഓർക്ക് സമയമായി മക്കളെ, സമയം. മാത്രമല്ല നമ്മുടെ ഇത് സിലബസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയ സിലബസും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. സിലബസ് ഒക്കെ പബ്ലിഷ് ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എക്സാം പെട്ടെന്നായോ. ഇനി ഇപ്പൊ നിങ്ങൾക്ക് കൺഫർമേഷൻ, യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നുള്ള ബ്രോഡർ ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പൊക്കോളാം. ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. രണ്ടാമത്തെ ബാച്ച് 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ പുതിയ ബാച്ച്. ഓൾറെഡി ബാച്ച് ഉണ്ട്, അല്ലാതെ പുതിയ ബാച്ച്, യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ അടുത്ത ബാച്ചും ഉണ്ട്. 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് 2400 രൂപയ്ക്ക് കോഴ്സ് കിട്ടും ആഫ്റ്റർ ഡിസ്കൗണ്ട് കേട്ടോ. 2600 സംതിങ്ങിനാണ്, 800 സംതിങ്ങിനാണ്. പക്ഷെ നിങ്ങൾക്ക് അത് 2400 രൂപയ്ക്ക് കിട്ടും. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാം. Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ 2400 രൂപയ്ക്കുള്ള നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആകാൻ പറ്റും കേട്ടോ. അപ്പോൾ പഠിക്കുക, അതാണ് വിഷയം. നിങ്ങൾ ഏതൊരു ഇതെടുത്ത് കോഴ്സ് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇതാണ്, പഠിച്ചു പോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. ഡേ ടു ഡേ ലൈഫിൽ ഡെയിലി പഠിച്ചോളാം. ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ വൊക്കാബുലറി ഒക്കെ ഡെയിലി ബേസിസ് തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഗ്രാമർ നിങ്ങൾ എന്തായാലും ഒരു കോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ബേസ് കവർ ചെയ്ത് തന്നെ പോകണം കേട്ടോ. അതുകൊണ്ട് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണം. അടുത്ത് നോക്കാം, യാർഡ് സ്റ്റിക്ക്. യാർഡ് സ്റ്റിക്ക് എന്ന് ലിറ്ററലി യാർഡ് സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ, അതിനൊരു പേരും പറഞ്ഞു, മലയാളത്തിൽ പറയുമല്ലോ അല്ലെ, ആ സാധനം മനസ്സിലായി കാണുമായിരിക്കും. അളവ് എന്തോ ഒരു പേരും പറഞ്ഞു. അപ്പൊ യാർഡ് സ്റ്റിക്ക് അത്. അപ്പൊ നമ്മൾ ഒരു അളവുകോൽ എന്ന് പറയുന്ന സാധനം. അപ്പൊ അളവുകോൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മെഷർ, ഗേജ് അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ. ഇറ്റ് ഇസ് നോട്ട് എ യാർഡ് സ്റ്റിക്ക്. ഇന്നൊരു കാര്യം യാർഡ് സ്റ്റിക്ക് അല്ല. കാസ്റ്റ് ആൻഡ് ക്രീഡ് ഇസ് നോട്ട് എ യാർഡ് സ്റ്റിക്ക് എന്ന് പറയുന്നേക്കാം അല്ലെ. നീ ഏത് കാസ്റ്റിൽ ജീവിക്കുന്നു, കാസ്റ്റ് ക്രീഡിൽ അല്ലെങ്കിൽ കളർ, നിന്റെ കളർ ഒന്നുമല്ല ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ അല്ലെ. ക്രൈറ്റീരിയൻ അതല്ല എന്ന് പറയാം യാർഡ് സ്റ്റിക്ക്, അളവുകോല് അല്ലെങ്കിൽ അത് തന്നെ, സംഭവം അത് തന്നെ. അപ്പം അടുത്തത് യാർഡ് സ്റ്റിക്ക് ഇസ് എ നൗൺ. അടുത്തത് നോക്കിയേ, നിങ്ങൾക്കറിയാം യാർഡ് സ്റ്റിക്ക് ഒരുപാട് കോമൺ ആയിട്ടൊരു എക്സ്പ്രഷൻ ആണ്, കേട്ട് പരിചയമുള്ളതായിരിക്കും, ഓർത്തോണം. അടുത്തത് വാലർ. വാലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാലർ എന്ന് പറഞ്ഞ അർത്ഥം നൗൺ ആണ്. വാലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമൊന്നുമല്ല, നിങ്ങൾ നോക്കുക. വാലർ ഇസ് എ നൗൺ, അത് ഓർത്തോ ആദ്യം. വാലർ. ബ്രേവറി, ധൈര്യം. കറേജ്, ഫിയർലെസ്നെസ്. നെർവ്, അതിനെയാണ് വാലർ എന്ന് പറയാം കേട്ടോ. സോ വാലർ എന്ന് പറഞ്ഞ നൗൺ ആണ്. ബ്രേവറി ധൈര്യം, കറേജ് ധൈര്യം അല്ലെ, അത് ഓർത്ത് വെച്ചോളാം, നൗൺ ആണ്. നമ്മളിപ്പോ പറയാറുണ്ട് ജല്ലിക്കെട്ട് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ്, എന്തിന്റെയൊക്കെ സിമ്പിളാ, കൾച്ചറിന്റെ ട്രഡീഷന്റെ വാലറിന്റെ സിമ്പിൾ ആണെന്നാണ് അവർ പറയുന്നത്, പ്രൊപ്പോണൻസ് പറയുന്നത്. അപ്പം വാലർ എന്ന് പറഞ്ഞാൽ ധൈര്യത്തിന്റെ സിമ്പിൾ ആണ്, ഓർത്തോണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്ട്രിഞ്ചന്റ്, കേട്ട് പരിചയമുണ്ട്, കുറെ നാളായി ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സാധനമാണ്. സ്ട്രിഞ്ചന്റ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. അർത്ഥം സ്ട്രിക്റ്റ്, സിവിയർ, ഹാർഷ്, ഫേം, റിജിഡ്. സ്ട്രിഞ്ചന്റ് ലോസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതാണ് സ്ട്രിഞ്ചന്റ്, ഓർത്തോണം. അടുത്ത പീനൽ. എന്താണ്, പീനൽ പ്രൊവിഷൻസ് ഉണ്ട് എന്നൊക്കെ പറയാം. പീനൽ ആണെന്ന് പറഞ്ഞാൽ പെനൽറ്റി എന്ന നൗണിൽ നിന്ന് വരുന്നതാണ് പീനൽ എന്ന അഡ്ജക്റ്റീവ് കേട്ടോ. പെനൽറ്റി എന്ന നൗണിൽ നിന്നാണ് പീനൽ എന്ന അഡ്ജക്റ്റീവ് വന്നത്. പെനൽറ്റി പണിഷ്മെന്റ് അല്ലെ. പെനൽറ്റി എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ്. നമ്മൾ പീനലൈസ് ചെയ്യുക വേർബ് ഉണ്ട്, പീനലൈസ് ചെയ്യുക വേർബ്, അത് ഓർത്തോണം. പെനൽറ്റി നൗണ്, പീനലൈസ് ചെയ്യുക വേർബ്. ഇൻസെന്റിവൈസ് എന്ന് പറയുന്ന പോലെ penalize a verb, penalty noun, and penal എന്ന് പറയുന്നത് adjective. So penal എന്ന് പറഞ്ഞാൽ disciplinary, punitive അല്ലെങ്കിൽ correctional അല്ലെ, തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതാണ് penal എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് impregnable. ഇം എന്ന വാക്കാണെന്ന് തന്നെ ഓർക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള പ്രിഫിക്സ് ആണ് impregnable എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, invulnerable. വീണ്ടും vulnerable അല്ലാത്ത, impenetrable, നമുക്ക് തടസ്സം ആരും കേറി ഇടപെടാൻ പറ്റില്ല. വൾണറബിൾ അല്ല, അത്ര എന്താ പറയാ, ഇതല്ല, എന്താ പറയാ, വീക്ക് അല്ല, അതാണ് impregnable. സ്ട്രോങ് ആയിട്ടുള്ള,
impenetrable ആയിട്ടുള്ള invulnerable ആയിട്ടുള്ള എന്നാണ് impregnable എന്ന് പറയുന്നത്. ബാരിക്കേഡ്സ് ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ആർട്ടിക്കിൾ ജല്ലിക്കെട്ടിൽ പറയുന്നുണ്ട്. അപ്പം impregnable ആയിട്ടുള്ള ബാരിക്കേഡ്സ് എന്ന് പറയും. അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാരിക്കേഡ്സ് വേണം, ഇല്ലെങ്കിൽ പണിവാളുമില്ല, ബുൾസ് കൂടെ കയറി വന്ന് കാണികളുടെ മേത്ത് കയറി അവസാനം മൊത്തം അത് എസ്പെഷ്യലി മരണം സംഭവിക്കുന്ന മൊത്തം ഈ പറയുന്ന സ്പെക്ടേറ്റേഴ്സിനാണ് കൂടുതലും വരുന്നത്. അവിടെയാണ് ഈ ജല്ലിക്കെട്ടിനെ എതിർക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട്. കാരണം ഒന്നും ഇല്ല നിൽക്കുന്ന പാവം സ്പെക്ടേഴ്സിന് എപ്പോഴും പണിയാണ്, അതെപ്പോഴും പ്രശ്നമാണ്. അതാണ് പ്രോബ്ലം. ഓക്കെ, അപ്പം ലെറ്റ്സ് സീ നോക്കട്ടെ. ആളെ പോലെ തന്നെ അല്ലേ. Our neighbors are never create പറ്റില്ലല്ലോ. ബി ഫോർമുലേഷൻ അഭിനയ ബി ഫോർമുലേഷൻ ഒരിക്കലും നമ്മൾ V1 കൊടുക്കില്ല. ക്രിയേറ്റ് എന്ന് പറഞ്ഞ V1 അല്ലേ, അപ്പൊ അത് കൊടുക്കില്ല. ആർ നെയ്ബേഴ്സ് നെവർ ക്രിയേറ്റ് മിസ്ഹാപ്സ് ഇൻ അതേഴ്സ് പ്രൈവസി. ആർ നെയ്ബേഴ്സ് വേണ്ട, അതും കെട്ടിയ കെട്ടിയത് വെറും നെവർ കൊടുത്താൽ നെവർ ക്രിയേറ്റ് മിസ്ഹാപ്സ് ഇൻ അതേഴ്സ് പ്രൈവസി. അതേഴ്സ് ആയിട്ട് അപ്പസ്ട്രോഫി കൊടുക്കും, മറ്റുള്ളവരുടെ പ്രൈവസി. Many of us will accidentally have breakfast without brushing, but mom always points out that. Okay, we know. Breakfast speeches of Sudha Murthy incentivize me to do most of the things. Great. The mishap created as a result of emission of union carbide gas from a foreign factory makes a million so deleterious. Great. The state and central government should incentivize. The state and central governments should incentivize to resolve the root level issue than non-prior issues. Great. Teacher told me that she was a good spectator. Great. External appearance is not a yardstick to measure the personality of an individual. Great. Students didn't get enough proponent from this government after completing degree that adversely impinges on the career trajectory of every student. Support ആണോ നീ ഉദ്ദേശിച്ചേ? പ്രൊപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടർ എന്നാണ്. സപ്പോർട്ടർ അല്ലല്ലോ നീ ഉദ്ദേശിക്കുന്നത്. ഇനഫ് സപ്പോർട്ടർ ഗവൺമെന്റിന്റെ നിന്ന് സപ്പോർട്ടറെ കിട്ടിയില്ലെന്ന് പറയില്ല, സപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറയാം കേട്ടോ. സപ്പോർട്ട് കിട്ടിയില്ലെന്ന് കൊടുക്കാം. ജൂലിയസ് സീസർ വാസ് എ മാൻ ഓഫ് വാലർ. ഓക്കെ, ജോലി ഒരു മാതിരിയൊക്കെ പോകുന്നു, ജോലിയോ അങ്ങനെയൊക്കെ പോകണം, തട്ടിമുട്ടി പോകുന്നതല്ലേ ഹരി. ബ്യൂട്ടി ബൈ ലുക്സ് ഷുഡ് നോട്ട് ബി a yardstick in identifying the beauty of a person's heart. Okay, great. Yes. Although എന്തോ ആരാണ്, കീറ്റ്സോ ആണോ പറഞ്ഞതെന്ന് എനിക്കൊരു ഡൗട്ട്. ഷെല്ലി ആണോ കീറ്റ്സ് ആണോ അറിയില്ല. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ അല്ലെ, കാണുന്നവന്റെ കണ്ണിലാണ് ബ്യൂട്ടി. കാണുന്നവന്റെ കണ്ണാണ് ശരിക്കും പറഞ്ഞാൽ യാർഡ് സ്റ്റിക്ക്, അത് തീരുമാനിക്കും ബ്യൂട്ടി. ഇപ്പൊ എന്റെ കണ്ണില് ഞാൻ നോക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിലും ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല എന്ന് പറയും. സത്യമാണല്ലേ പുള്ളി പറഞ്ഞൊരു കാര്യം. ബ്യൂട്ടി ഈസ് ഓൾവേസ് റിലേറ്റീവ് ആണ്. എനിക്ക് തോന്നുന്നതായിരിക്കില്ല നിനക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാം. സോ ഡിഫറൻസ്, ദാറ്റ്സ് ഇറ്റ്. Although it is an elusive task, yet his proponents support him by the best. Great. She is a valor and impregnable lady. Valor lady എന്ന് പറയില്ല. വാലറിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നോക്കി പറയാം. വാലർ ഇസ് നൗൺ ആണ് കേട്ടോ, അവിടെ വാലർ ലേഡി എന്ന് പറയില്ല. ഷീ ഹാസ് വാലർ, അവൾക്ക് ധൈര്യമുണ്ട് എന്ന് പറയാം. വാലർ എന്നുള്ളത് ധൈര്യമുണ്ടെന്നാണെങ്കിൽ ഷീ ഹാസ് വാലർ എന്ന് പറയും കേട്ടോ. അപ്പൊ വാലറിന്റെ ഞാൻ നോക്കട്ടെ, വാലർ അഡ്ജക്റ്റീവ് ഫോം നോക്കട്ടെ. വാലറസ്, അതാണ് വാലറസ് ആണ്. യെസ്, വാലറസ്, ഇതാണ് അഡ്ജക്റ്റീവ് ഫോം കേട്ടോ. അപ്പൊ ഷീസ് എ വാലറസ് ആൻഡ് ഈ ലേഡി എന്ന് കൊടുക്കണം കേട്ടോ, അപ്പോഴത് കറക്റ്റ്. ശരി, സെന്റൻസ് പോയല്ലോ, ഞാൻ തിരിച്ചു വരട്ടെ സെന്റൻസിലോട്ട്. Stringent actions will be taken on students who violate the rules. Great. His valor saved many lives. Great. He got an award for his valor. Okay. Don't judge a book by its cover is a commonly used yardstick called. Yes. He was congratulated for his valor. Okay. Yardstick adopted by Shamas to quell the sufferings faced by people in Joshimath is to be revised. Okay, great. അത് ശരിയാ, അപ്പോഴാണ് സന്തോഷമുള്ളൂ. ഞാൻ പണ്ട് ഞാൻ കൊടുക്കുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് UK-യിലാണ്, പുള്ളിക്കാരി നേഴ്സാ. അപ്പം ഞാൻ അവൾ ഇഷ്ടമില്ലാതെ +2 പഠിച്ചു കഴിയുമ്പോൾ അവൾ ഇഷ്ടമില്ലാതെ നഴ്സിംഗിന് പോയത്. അപ്പൊ ഞാനിപ്പോൾ അവളോട് ചോദിക്കും, ഇത് എന്ത് ചെയ്യാനാണ് വീട്ടിലെ കാര്യമൊക്കെ നടക്കണ്ടെന്ന് പറഞ്ഞാൽ പോയി. അപ്പൊ അവള് വീട്ടിലെ മൂത്ത ആൾ. അപ്പൊ ഞാൻ അവളോട് ചോദിക്കും, ഇപ്പോൾ അവളോട് വിളിക്കുമ്പോഴൊക്കെ ഞാൻ അവളോട് ചോദിക്കും, എടി എങ്ങനെ പോകുന്ന ലൈഫൊക്കെ? എൻ്റെ പൊന്നെ എന്ത്, ലണ്ടനിലാണ് അവള്. അപ്പോൾ എന്നോട് പറയും,
വീട്ടിലായിരുന്നപ്പോഴും കഞ്ഞിയും പയറും ലണ്ടനിലാകുമ്പോഴും കഞ്ഞിയും പയറും. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, ഇങ്ങനെ വിശേഷം പറയുമ്പോൾ ഇങ്ങനെ പറയും, എന്ത് കാര്യങ്ങൾ മാറ്റില്ലേ, പിന്നെ സാലറി കിട്ടുന്ന ദിവസമാണ് ഒരു എന്താ പറയാ സന്തോഷം വരുന്നത് എന്ന് പറയും. അതിപ്പോ എനിക്ക് വിനു ചോദിച്ചപ്പോ എനിക്ക് ആ ഡയലോഗ് ഓർമ്മ. യു ഷുഡ് നോട്ട് യാഡ് സ്റ്റിക് ഹിസ് അപ്പിയറൻസ്. അവിടെ യാഡ് സ്റ്റിക് ഒരിക്കലും വേർബായിട്ട് നമ്മൾ ഉപയോഗിക്കില്ല. യു ഷുഡ് നോട്ട് മെഷർ ഹിസ് എന്ന് കൊടുത്തു. യു ഷുഡ് നോട്ട് ഗേജ് ഹിസ്. ഗേജ് വെർബാണ്, മെഷറും വെർബായിട്ട് ഉപയോഗിക്കും. പക്ഷെ നമുക്ക് യാഡ് സ്റ്റിക്കിന് വെർബായിട്ട് ഉപയോഗിക്കില്ല കേട്ടോ. അതേ മീനിങ് വരുന്ന സാധനം എന്ന് മാത്രമേ ഉള്ളൂ. I don't know whether imposition of stringent punishments such as death penalty will reduce the crime rate in India. സത്യം അതൊരു കോൺട്രവേഴ്സി ആണ് അല്ലെ. ഇറ്റ്സ് എ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണ് ശരിക്കും പറഞ്ഞാൽ. We lose many things if we are emotionally pregnable. All right, yes it is. She has the valor to do anything. Great. His impregnable nature, even in the midst of many problems, was an inspiration to many others. Great. She has an impregnable character. Okay. Stringent laws will be enabled for heinous crimes. Okay. Enabled for അല്ല, enabled against. ക്രൈംസിനെതിരെ അല്ലേ, അപ്പൊ enabled against കൊടുക്കട്ടോ. ഓക്കെ. അപ്പൊ ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. ഇപ്പൊ ഇതാണ് നമ്മുടെ വൊക്കാബുലറി. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽജിഎസിന്റെ അടുത്ത ബാച്ച് തുടങ്ങിയിട്ടുണ്ട്, രണ്ടാമത്തെ ബാച്ച്. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. കാര്യം നമ്മുടെ യൂണിവേഴ്സിറ്റി എൽജിഎസ് നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു ഇതാണ്. കമ്പ്യൂട്ടർ ടെസ്റ്റിനെ വിളിച്ചു, യൂണിവേഴ്സിറ്റി ടെസ്റ്റിനെ വിളിച്ചു, യൂണിവേഴ്സിറ്റി എൽജിഎസ് ഇപ്പൊ തവണ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവുക. എൽജിഎസ് എക്സാം ആണ് ഇതിപ്പോ ഫസ്റ്റ് ടൈം നടത്താണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്ലൈ ചെയ്യാത്തൊരു അപ്ലൈ ചെയ്യാം. പക്ഷെ ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ തന്നെ നമ്മുടെ CPO വിമൻ CPOയുടെ ഡേറ്റ് കഴിഞ്ഞു, ഇന്നലെ ആയിരുന്നു. വിമൻ CPOക്ക് ഇനി ഫെബ്രുവരി 1-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇന്നൊരു മാരത്തൺ ഉണ്ട് 11 മണിക്ക്. നമ്മൾ എല്ലാവരും ഉണ്ട്. നമ്മൾ 11 o'clock ഞാൻ ഇംഗ്ലീഷുമായിട്ട് വരും. ക്വസ്റ്റൻസ് പ്രീവിയസ് ഇയറിലെ +2 പ്രിലിംസിൽ മെയിൻസിലൊക്കെ ഉണ്ടെന്ന ക്വസ്റ്റൻസ് വെച്ചിട്ട് കാണിച്ചു തരാം നിങ്ങളെ. അപ്പൊ ഒരു എന്താ പറയുക, ടൈറ്റ് കോമ്പറ്റീഷൻ വരും. അതുപോലെ ടൈറ്റ് പ്രാക്ടീസ് നടത്തിക്കോളൂ. കാര്യം എക്സാമിന് പ്രിലിംസ് ആയിട്ട് മെയിൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാത്ത സ്ഥിതിക്ക് ഉറപ്പായിട്ടും എക്സാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതനുസരിച്ച് പ്രിപ്പറേഷൻ ഉണ്ട്. ഒറ്റ എക്സാമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ മൂവിങ് ടു ദി ആർട്ടിക്കിൾ പീപ്പിൾ, ലെറ്റ്സ് മൂവ്. ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോ. ചെക്ക്, ഡു നോട്ട് ക്രോസ്. ചെക്ക് ചെയ്തോ, പക്ഷെ ആ ലിമിറ്റ് കടന്നു പോകണ്ട. ഡു നോട്ട് ക്രോസ് എന്നാണ്. ക്രോസ് ചെക്ക് ചെയ്യണ്ട. അതാണ് നമ്മൾ ഇന്ന് ആർട്ടിക്കിൾ പറയാൻ പോകുന്നത്. ടീനേജ് സ്റ്റുഡൻസ് ആർ മോർ പ്രഗ്നബിൾ ടു ഡ്രഗ് നൗഡേയ്സ്. ഓഫ് കോഴ്സ് ടീനേജ് സ്റ്റുഡൻസ് മാത്രമാണോ? അല്ല, നമ്മുടെ ഇവരും ഉണ്ട്, കോളേജ് സ്റ്റുഡൻസും. അതെ, ഇപ്പൊ ഭയങ്കര എന്താ പറയാ കോമൺ ആയിട്ടുള്ള സാധനമാണ്. എല്ലായിടത്തും അത് പിടിച്ചു ഇത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കാല്ലേ. കഞ്ചാവ് പിടിച്ചു അത് പിടിച്ചു എന്നുണ്ട് പറയുന്നേക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കി. ഐ ഷോഡ് വാലർ ആൻഡ് സ്കിൽ ഓൺ ദ എക്സാം ഹോൾ. ഓൺ ദ എക്സാം ഹോൾ അല്ല നമ്മളെ ഇൻ ദ എക്സാം ഹോൾ. സംഭവം സെറ്റ് ആണ്, പക്ഷെ പ്രിപ്പോസിഷൻ മാറിപ്പോയി. ഇൻ ദ എക്സാം ഹോൾ കേട്ടോ. എക്സാം ഹോളിൽ ആണ്. ഓക്കെ. സോ മൂവിങ് ടു ദി ആർട്ടിക്കിൾ, ഗവൺമെന്റ് ഷുഡ് വർക്ക് ടുവേർഡ്സ് സിസ്റ്റമിക് റിഫോം ആൻഡ് നോട്ട് അറ്റാക്ക് ദി ജുഡീഷ്യറി. ശരിക്കും പറഞ്ഞാല് ഗവൺമെന്റ് എന്തിനാ വർക്ക് ചെയ്യണ്ടേ? സിസ്റ്റത്തിന്റെ റിഫോമിന്, സിസ്റ്റത്തിനെ മൊത്തത്തിൽ റിഫോം ചെയ്യാൻ ഗവൺമെന്റ് വർക്ക് ചെയ്തോ കുഴപ്പമില്ല. സിസ്റ്റമാണ് മാറ്റേണ്ടത് അല്ലെ, അല്ലാതെ ജുഡീഷ്യറി അറ്റാക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഗവൺമെന്റ് നോക്കേണ്ടത്, ശ്രദ്ധിക്കണം എന്താണ്, നമ്മുടെ സിസ്റ്റത്തിന് റിഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അല്ലാതെ ജുഡീഷ്യറിക്ക് പണി കൊടുക്കാനല്ല ഗവൺമെന്റ് നോക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ലെറ്റ്സ് സീ. There is something rude and unpleasant in the way the government is going about the task of demanding a big say in the appointment of judges in constitutional courts. The latest salvo is from Union Law Minister Kiran Rijiju, who has written to the Chief Justice of India to request that the executive be given a role in the appointment process, which now is being handled by a collegium of judges. Reports say that the minister wants the formation of a search and evaluation committee with government representatives to suggest names to the പറയുന്നതാണ്. കുറച്ച് നാളായിട്ട് ഇപ്പോൾ കോളേജ് സിസ്റ്റത്തിനെതിരെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഗവൺമെന്റ് അതിനെ വളരെ അൺപ്ലസന്റ് രീതിയിൽ, വളരെ മോശമായി, വളരെ റൂഡായിട്ടുള്ള, വളരെ അൺപ്ലസന്റ് ആയ രീതിയിലാണ് അതിനോട് ഗവൺമെന്റ് അതിനെ പെരുമാറുന്നത് കേട്ടോ. കാര്യം അവർ ഡിമാൻഡ് ചെയ്യും, വമ്പാൻ ഒരു ഡിമാൻഡൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളെയും ജഡ്ജസ് ആരെയാണ്, ഏത് ജഡ്ജിനെ തീരുമാനിക്കണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ട ഒരു അവസരം ഞങ്ങൾക്ക് കൊടുത്താ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഗവൺമെന്റ് സംസാരമൊക്കെ. അപ്പൊ ഗവൺമെന്റ് അങ്ങനെ ഒരു രീതിയിലുള്ള സംസാരം, ഞാനത് വിട്ടുപോയല്ലോ. ഗോ അബൌട്ട് ചെയ്യുന്ന യു ക്യാരി ഓൺ വിത്ത് എന്താ പറയാ ഒരു ആക്ടിവിറ്റി മുന്നോട്ട് പോകാന്നുള്ള അർത്ഥത്തിലാട്ടോ. എന്താണ് ബിഗിൻ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഗോ അബൌട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി എന്നൊരു അർത്ഥത്തിലാണ്. സ്റ്റാർട്ട് ഓർ ബിഗിൻ ആൻ ആക്ടിവിറ്റി, അതാണ് ഗോ അബൌട്ട്. ഞാൻ വിട്ടുപോയില്ലോട്ടെ.
അപ്പം അങ്ങനെ പറയാം, കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിൽ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം എന്താ, ഞങ്ങൾ എന്താണ് റോള് ഞങ്ങൾക്ക് വേണം, എക്സിക്യൂട്ടീവിന് റോള് തരണം എന്നാണ് പറയുന്നത്. അതിൽ എസ്പെഷ്യലി ഈ ഒരു വളരെ വെർബൽ അറ്റാക്ക് എന്ന് പറയുക, വെർബൽ ഒരു അറ്റാക്ക് സാൽവോ നടന്നു, ഒരു ഒപ്പോണന്റിലേക്ക് ഒരു അറ്റാക്ക് നടന്നു ബൈ ദ യൂണിയൻ ലോ മിനിസ്റ്റർ കിരൺ റിജിജു. അപ്പം നമ്മൾ യൂണിയൻ ലോ മിനിസ്റ്റർ കിരൺ റിജിജു കഴിഞ്ഞ ഇതിൽ പുള്ളിയുടെ ഒരു അറ്റാക്ക് നടന്നു. പുള്ളി ഒരു ലെറ്റർ ആയിട്ട് കൊടുത്തുവാണ് ചീഫ് ജസ്റ്റിസിന് ഒരു ലെറ്റർ അയച്ചിട്ട് പറഞ്ഞു, റിക്വസ്റ്റ് ഇങ്ങനെയായിരുന്നു, എക്സിക്യൂട്ടീവിന് എന്ത് വേണം, അപ്പോയിന്റ് ജഡ്ജസിനെ നമ്മുടെ കൊളീജിയൽ സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യുമ്പോൾ കൊളീജിയൽ സിസ്റ്റം ആണ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിനുള്ളൊരു അവസരം ഞങ്ങൾക്കും അതിന്റെ ഒരു റോൾ ഞങ്ങൾക്ക് കൂടെ തരൂ എന്ന് ആരോട് പറയാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ഒരു കത്ത് എഴുതി കിരൺ റിജിജു, യൂണിയൻ ലോ മിനിസ്റ്റർ. കേട്ടോ, റിപ്പോർട്ട് പറയുന്നതെന്ന് വെച്ചാല് ഈ മിനിസ്റ്റേഴ്സിന് എന്താ വേണ്ടേ, സെർച്ച് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി, ഒരു സെർച്ച് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി വേണം എന്നാ പറയുന്നത്. അതിൽ ഞങ്ങൾ ഭാഗമാകണം, എക്സിക്യൂട്ടീവിന്റെ ഒരു പ്രാതിനിധ്യമുള്ള ഒരു സെർച്ച് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി വേണം. അതിൽ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സിന് പങ്കാളികളാകണം. എന്നിട്ട് അവർ സജസ്റ്റ് ചെയ്യണം ദ നെയിംസ് ഓഫ് ദ കൊളീജിയംസ് ഇൻ ദ ഹൈക്കോർട്ട്സ് ആൻഡ് സുപ്രീം കോർട്ട് ഫോർ അപ്പോയിന്റ്മെന്റ്സ്. അപ്പോൾ ഈ കൊളീജിയത്തിൽ ഒരു ഭാഗമാകാൻ ഞങ്ങൾ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സിന് വേണം. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സിൽ അടങ്ങുന്ന ആൾക്കാർ വേണം ഹൈക്കോർട്ടിലോട്ടും സുപ്രീം കോർട്ടിലോട്ടും ഉള്ള അപ്പോയിന്റ്മെന്റ്സ് എന്തെന്ന് തീരുമാനിക്കാനായിട്ട്. അതിനുള്ള അവസരം ഞങ്ങൾക്ക് എന്നാണ് കിരൺ റിജിജുയുടെ കത്തിൽ പ്രതിപാദിച്ചേക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഹീസ് ഓൾസോ അണ്ടർസ്റ്റുഡ് ടു ഹാവ് ആസ്ക്ഡ് ഫോർ എ representative of the union government in the Supreme Court Collegium and a state government's representative in the High Court Collegiums. The letter comes as the latest in a series of official fulminations against the judiciary. Mr. Rijidu has been at the forefront of this attack, frequently requesting the collegium system by rightly highlighting some of its acknowledged flaws. There is little doubt that the government's anger is towards the 2015 judgment of a constitutional bench striking down the formation of a national judicial appointments. അപ്പോ ഇത് പിന്നെ തന്നെ കുറച്ച് നാളായിട്ടോ. അപ്പോ പറഞ്ഞു വരുന്നതാണ്, പുള്ളിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. പുള്ളി എന്താ ചോദിക്കുന്നത്, റെപ്രസെന്റേഷൻ ആണ് ചോദിക്കുന്നത്. നമുക്കൊരു ഭാഗമാകണം, യൂണിയൻ ഗവൺമെന്റിന്റെ റെപ്രസെന്റേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എന്തില്, സുപ്രീം കോർട്ട് കൊളീജിയത്തിലും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഭാഗമാകണം. ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് റെപ്രസെന്റേഷൻ വേണം. എന്തിന്, ഹൈക്കോർട്ടിന്റെ കൊളീജിയത്തില് സ്റ്റേറ്റ് ഗവൺമെന്റിനും അതുപോലെ സുപ്രീം കോടതി കൊളീജിയത്തിൽ യൂണിയൻ ഗവൺമെന്റിനും ഒരു ഭാഗം റെപ്രസെന്റേഷൻ തരണം എന്നാണ് ഈ ലെറ്ററിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ പുള്ളിക്ക് അറിയുകയും ചെയ്യാം. കാര്യം ഇത് കുറെ നാളായിട്ട് കുറച്ച് എന്താ പറയുക ഒബ്ജക്ഷൻ നടന്നുകൊണ്ടിരിക്കുക, ഒഫീഷ്യൽ ഒബ്ജക്ഷൻസ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുക, പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിനെതിരെ ചർച്ചകൾ ഒരുപാട് കോൺട്രവേഴ്സീസ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് ജുഡീഷ്യറിക്കെതിരെ. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ അറ്റാക്കിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ മിസ്റ്റർ റിജിജു ആണ്, നമ്മുടെ യൂണിയൻ റോമിൻസ് തന്നെയാണ്. ഇയാളാണ് ഫ്രണ്ടിൽ നിന്നിട്ട് ഇക്കാര്യത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, കൊളീജിയൽ സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. ശരിയാണ്, കൊളീജിയൽ സിസ്റ്റത്തിൽ കുറെ അപാകതകളുണ്ട്, ഒരുപാട് അക്നോളജ്ഡ് ആയിട്ടുള്ള ഫ്ലോസ് അതിനുണ്ട് എന്ന് വിചാരിച്ച് അറ്റാക്ക്, ഒരിക്കലും നമ്മളൊരു ജുഡീഷ്യൽ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യല്ല ചെയ്യേണ്ടത്, അല്ലെ? അറ്റാക്ക് ചെയ്യുന്ന ഒരു പരിപാടി അല്ല ചെയ്യേണ്ടത്. കാരണം ഇവിടെ നമുക്ക് വിത്തൗട്ട് എനി ഡൗട്ട്, ദർ ഇസ് ലിറ്റിൽ ഡൗട്ട്, ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഡൗട്ട്, ഒരു ഡൗട്ടും ഇല്ല നമുക്ക് പറയാം ഗവൺമെന്റ് എന്തിനാ ദേഷ്യം കാണിക്കണേ. 2015 ജഡ്ജ്മെന്റ് വന്നായിരുന്നു. 2015 ജഡ്ജ്മെന്റിൽ പറയുണ്ടായിരുന്നു, അവര് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചായിരുന്നു, എന്ത് വേണം, നമ്മുടെ ഇത് വേണം, എന്താണ് ഈ ഒരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചോദിച്ചു. അപ്പൊ അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തായിരുന്നു 2015. അതിന് നല്ല ചുരുക്കുണ്ടായി, നല്ല ദേഷ്യത്തിലാണ് ഇവര്. അപ്പൊ അതിനെതിരെയാണ് വീണ്ടും ഈ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒന്നുകൂടെ പറയാം, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ NJAC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു, അതിനെ ഇൻവാലിഡേറ്റ് ചെയ്ത് കളഞ്ഞു, അബോളിഷ് ചെയ്ത് കളഞ്ഞു നമ്മുടെ ആരാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്. അതിനെതിരെയാണ് ഈ 2015 നടന്ന ആ ഒരു പ്രശ്നമാണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ കിടക്കുന്നത്. While few would disagree that collegial system needs reform, the government's motive in carrying on a campaign against judiciary in the name of seeking reform in the appointments process questionable. ശരിയാണ്, കുറച്ചു പേര് അല്ലെ, കുറച്ചു പേരെ സംബന്ധിച്ച്, കുറച്ചു പേരെന്നല്ല പറയാം, വിരളിൽ ഉണ്ടാവുന്നത് പറയാം, 1-2 പേര്, ഫ്യൂ, ദാറ്റ് മീൻസ് no one would disagree, ഒരാളും എഗ്രി ചെയ്യില്ല, ഒരാളും ഡിസഗ്രി ചെയ്യില്ല ദാറ്റ് കൊളീജിയൽ സിസ്റ്റത്തിന് റിഫോം വേണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു എതിർപ്പുമില്ല. കാര്യം കൊളീജിയൽ സിസ്റ്റത്തിൽ ഒരുപാട് അപാകതകളുണ്ട്, അതിന് നമുക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് എല്ലാവർക്കും എഗ്രി ചെയ്യുന്ന ഒരു കാര്യം തന്നെ, മാറ്റം ചെയ്യണം എന്നുള്ളത്. അതായത് മാറ്റണ്ട എന്നുള്ളത് ഡിസഗ്രി ചെയ്യുന്ന ഒരു കാര്യം അല്ലെ. അപ്പൊ ഗവൺമെന്റിന്റെ മോട്ടീവ് പക്ഷെ ഒരു പ്രശ്നക്കാരനാണ്. കാരണം വെച്ചാൽ ഇവര് ക്യാമ്പയിൻ ക്യാരി ഓൺ ചെയ്യാണ് ജുഡീഷ്യറിക്കെതിരെ. അതും ജുഡീഷ്യറിക്കെതിരെ ക്യാമ്പയിൻ നടത്തുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡെമോക്രസിയിൽ ഇച്ചിരി ഹെൽത്തി പ്രാക്ടീസ്, അതൊരു ഹെൽത്തി പ്രാക്ടീസ് അല്ല. മാത്രമല്ല അതൊരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതെന്തിനങ്ങനെ ചെയ്യുന്നു, ഈ ഒരു പ്രോസസ്സിനെ, ഇവർ ചെയ്യുന്ന ഈ പ്രോസസ്സിനെ, ലൈക്ക് ക്വസ്റ്റനിങ് പ്രോസസ്സിനെ, അല്ലെങ്കിൽ എന്താ പറയാ, അറ്റാക്കിംഗ് ദ ജുഡീഷ്യറി, ആ ഒരു കാര്യത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ. ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ലെറ്റ്സ് മൂവ് ടു ദി
ആഫ്റ്റർ എഫക്ട്സ് അല്ലെ. എന്നാൽ ഇതിന്റെ അനന്തരഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. The answers to some of the issues raised by the government are quite simple and has been repeatedly pointed out by the court as well as the political opposition. It can address the need for a more transparent and independent process by making a fresh legislative effort to establish a neutral mechanism that does not impinge on the independence of the judiciary. Until such an exercise to പറയുന്നതാണ്. നമ്മുടെ ഒപ്പോസിഷൻ പാർട്ടിക്കും അറിയാം, അതുപോലെ തന്നെ നമ്മുടെ കോർട്ടിനും അറിയാം, ഒപ്പോസിഷൻ പാർട്ടിക്കും അറിയാം എന്താണ് ഇവർ ആഗ്രഹിക്കുന്നത്, ഇവർ ഈ പറയുന്നതിൽ ഇവർക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് നമുക്ക്, അതായത് ഇവരുടെ ആൻസർ, ഇവർക്ക് ഇതിന് ആൻസർ ആയിട്ട് ഉത്തരം തരാൻ പറ്റുന്ന ഒരു കാര്യം ക്വൈറ്റ് സിമ്പിൾ ആയ ഒരു കാര്യമാണ്. വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നു, കോർട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഒപ്പോസിഷനും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ്, സുതാര്യമായ, അതുപോലെ ഇൻഡിപെൻഡന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാം. കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് പ്രോസസ്, കുറച്ച് സുതാര്യമായിട്ട് പുറത്തോട്ട് വരണം, എന്താണ് കാര്യം നടക്കുന്നത് അറിയാൻ. ട്രാൻസ്പെറൻസി വേണം, ഇൻഡിപെൻഡന്റ് പ്രോസസ്സ് വേണം, ലെജിസ്ലേറ്റീവ് എഫേർട്ടിന്. അത് കൊണ്ടുവരാൻ വേണ്ടി പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു പുതിയൊരു ലെജിസ്ലേറ്റീവ് എഫേർട്ട് നമുക്ക് കൊണ്ടുവരാം. കാരണം അങ്ങനെ വരുമ്പോൾ ഒരു ന്യൂട്രൽ മെക്കാനിസം വരും, അതിലാവുമ്പോൾ പ്രശ്നമില്ല. എന്നാൽ അതനുസരിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ, ഇമ്മിറ്റ് ചെയ്യാൻ പാടില്ല, എഫക്ട് ചെയ്യാൻ പാടില്ല. ആരെ? ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിന് എഫക്ട് ചെയ്യാൻ പാടില്ല. ജുഡീഷ്യറിക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ട്, അതൊരു മാറ്റമില്ലാത്ത കാര്യം. ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ന്യൂട്രൽ മെക്കാനിസം കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവരാൻ, കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ടും എന്നാൽ ട്രാൻസ്പെറന്റ് ആയിട്ടും ഒരു പ്രോസസ്സ് കൊണ്ടുവരാം. പ്രോസസ്സിൽ മാറ്റം വരുത്താമെന്നേ ഉള്ളൂ. അല്ലാതെ അത് കയറിയിട്ട് അനാവശ്യമായിട്ട് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് കയറിയിട്ട് ഒരിക്കലും എക്സിക്യൂട്ടീവിന് ഇടപെടാൻ പറ്റില്ല. അങ്ങനെയാണ്. Until such an exercise to amend the constitution achieves fruition. ശരിക്കും അങ്ങനെ ഒരു അമെന്റ്മെന്റ് വരുന്നത് വരെ it has to abide by the laws of the land, that is the present system of appointment through the collegium. It is difficult to avoid the impression that the government's tactics are bordering on veiled warnings, deliberately delaying actions on recommendations, ignoring reiterated names even after multiple reconsiderations, and carrying on a campaign to delegitimize the institution. It is surprising that it seeks to rein in a judiciary that has been quite accommodative of the government's concerns on judicial side in recent years. The only conclusion is that the current regime wants absolute control over who gets to be a judge in this. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമുക്ക് പറഞ്ഞല്ലോ കുറച്ചുകൂടെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സെൻസ് എന്ന് വെച്ചാൽ ഒരു പുതിയ റിഫ്രഷ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമിലോട്ട് നമുക്ക് മാറ്റാം എന്നേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ കയറി ഇടപെടാൻ നമുക്ക് എക്സിക്യൂട്ടീവിന് പറ്റില്ല. അങ്ങനെ ഒരു അമെന്റ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് വരെ, ഇത് വരുന്നത് വരെ മിണ്ടാതെ നമ്മുടെ ഉള്ള ലോ, നമ്മുടെ നാട്ടിന്റെ ലോ ഒക്കെ പാലിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ എന്താണ് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട കാര്യം. അങ്ങനെ പ്രസന്റ് സിസ്റ്റത്തിലെ കൊളീജി, അതായത് പ്രസന്റ് സിസ്റ്റം കൊളീജി ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നിലവിലുള്ളത് അങ്ങ് നിവൃത്തിയുള്ള അത്രേ ഉള്ളൂ, നമുക്ക് നിവൃത്തിയുള്ളൂ അല്ലെ, അതാണ്. എന്നാൽ നമുക്കൊരു ഇംപ്രഷൻ നമുക്ക് അവോയ്ഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഗവൺമെന്റ് ടാക്ടിക്സ് കാണുമ്പോഴാണ്. കാരണം ഒരുപാട് ഗവൺമെന്റ് നൈസായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എസ്പെഷ്യലി കുറെ കാര്യത്തിൽ ബോർഡർ ചെയ്യുന്നുണ്ട്, കുറെ അൺവെയിൽഡ് വാർണിംഗ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആക്ഷൻസിന് ഡിലേ ചെയ്യുന്നുണ്ട്, റെക്കമെൻഡേഷൻസിന് വേണ്ടിയുള്ള ആക്ഷൻസ് ഡിലേ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത പേരിനെ ഒരുപാട് കൺസിഡറേഷൻ വന്നിട്ടും പിന്നെയും അവർ അത് ഇഗ്നോർ ചെയ്ത് കളയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷനെ ലെജിറ്റിമൈസ് ചെയ്യാനുള്ള ഒരുപാട് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാട്ട് ആർ ദേ ട്രൈ ടു ഡു? ദേ ആർ റെയിനിങ് ഇൻ, സോറി അത് ഞാൻ ഇടാൻ വിട്ടുപോയി, ലിമിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. റെയിനിങ് ചെയ്യാന്ന് വെച്ചാൽ ലിമിറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യുക അല്ലെ. റെയിനിങ് ചെയ്യുകയാണ്, ജുഡീഷ്യറിയെ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുവാണ്. ദാറ്റ് ഇവർക്ക് ജുഡീഷ്യറി ലിമിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഇവർ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലെ. വെച്ചാൽ ഒരു ജുഡീഷ്യറിയുടെ ഭാഗത്ത് കയറി പണി പാടാൻ പാടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞത്, ഈ ഒരു കറണ്ട് റെഷിമിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അബ്സല്യൂട്ട് കൺട്രോൾ, ഒരു ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അബ്സല്യൂട്ട് കൺട്രോൾ എന്ത് പറഞ്ഞാലും കൊളീജിയൽ സിസ്റ്റത്തിലേ ഇപ്പോൾ ഉള്ളൂ. അതിലൊരു മാറ്റം ഇനി ഇല്ല. അത് അവർക്കാണുള്ളത്, നമ്മുടെ ജുഡീഷ്യറിക്കാണുള്ളത്. A system of checks and balances that prevent any one branch gaining the upper hand is essential for democratic functioning. ശരിക്കും ഒരു ഡെമോക്രസിയിൽ, ഒരു ഡെമോക്രാറ്റിക് ഫംഗ്ഷനിൽ ചെക്സ് ആൻഡ് ബാലൻസ് വേണം. അത് ഹെൽത്തി ആയിട്ട് വേണം അല്ലെ. കാര്യം ഒരു
എന്താണ് ഒരു ഓർഗൻ നമ്മുടെ ഗവൺമെന്റ് എന്തെങ്കിലും എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ജുഡീഷ്യറി ഏതെങ്കിലും ഒന്ന് അപ്പർ ഹാൻഡ് കിട്ടുവാണെങ്കിൽ, അനാവശ്യമായിട്ട് അപ്പർ ഹാൻഡ് കിട്ടുവാണെങ്കിൽ അവരെ ഒന്ന് ചെക്ക് ചെയ്യണം. പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്. അല്ലാതെ ഒരിക്കലും കയറി ഇടപെടാൻ പറ്റില്ല. അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ കയറി ഇടപെട്ട് അവരെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രൊവിഷൻ നമ്മുടെ ഡെമോക്രാറ്റിക് ഫംഗ്ഷനിങ്ങിന് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. അന്നും ഇത് പറഞ്ഞ നമ്മൾ കൊളീജിയൽ സിസ്റ്റത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഒരു തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഗവൺമെന്റിന്റെ അറ്റാക്കിനെതിരെയാണ് ഇവിടെ ആർട്ടിക്കിൾ പറയുന്നത്. ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിൾ. ഗ്രേറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. Stringent decisions and actions are always a yardstick for your valor. Okay, yardstick classes which were devised by Rendumis. Okay, for her dedication. Thank you. A sentence complete ആയില്ല കേട്ടോ. Yardstick classes which were devised by Rendumis is here no എന്തെങ്കിലും അതിനെ കംപ്ലീറ്റ് ആക്കണം. But the demands of the law minister is against the separation of executive and judiciary from each other. Okay, this will only weaken the Indian judiciary ആണ്. ജഡ്ജസിന്റെ റിപ്ലേസ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് UPSCക്ക് വിട്ട തീരാവുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇഷ്ടം ഉള്ളവരെ പ്ലേസ് ചെയ്യുമ്പോൾ അവർ അത് ചെയ്യും. ട്രാൻസ്പെറന്റ് ആവില്ല. അത് ഗവൺമെന്റ് കൊടുക്കാൻ പണിവാളും. The constitution suggests on the separation of executive and judiciary. Yes. Hi Agil, good morning. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇറ്റ് ഈസ് അൺക്ലിയർ ദാറ്റ് prompted China to relent as it has continued to hold out despite the 14 other UNSC members agreeing to listing. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ എനിക്കൊന്ന് തരാമോ? ആൻസർ തരാമോ? കുറച്ച് പേരൊക്കെ ആൻസർ തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവർ ആൻസർ തരുമോ? Can I get your answers people? കിട്ടാവോ ആൻസർ എനിക്ക്? നമ്മൾ ഈ റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുമ്പോഴേ അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ ദാറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദാറ്റ് കൊടുക്കാം. ഇവിടെ ദാറ്റ് ചൈന എന്തുകൊണ്ട് റിലന്റ് ചെയ്തു എന്ന്, എന്ത് ചൈനയെ പ്രോംപ്റ്റ് ചെയ്തു എന്ന് കൊടുത്തിട്ടില്ല. അപ്പം ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ആൻസർ തന്നവര് തന്ന ആൻസർ ഞാൻ പറയാം. നിങ്ങൾ ആൻസർ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വേഗം പറയാം. യെസ്, വാട്ട് പ്രോംപ്റ്റഡ്, എന്താ ചൈനയെ പ്രോംപ്റ്റ് ചെയ്തത് നമുക്ക് അറിയില്ല. ഇവിടെ നമുക്ക് ആന്റിസിഡന്റ് അറിയില്ല, ഇറ്റ്സ് നോട്ട് ക്ലിയർ എങ്കിൽ, അൺക്ലിയർ ആയിട്ടുള്ള ഒരു ആന്റിസിഡന്റ് ആണ് കിട്ടിയിരിക്കുന്നെങ്കിൽ, ഓർ ക്ലൂലെസ് ആയിട്ട് നമുക്ക് അറിയത്തില്ല എന്താണ് ആന്റിസിഡന്റ് ഇല്ലാത്ത, ആബ്സെൻസ് ഓഫ് ആന്റിസിഡന്റ് വരുവാണെങ്കിൽ നമ്മൾ വാട്ട് എന്ന് കൊടുക്കുക. ഇറ്റ് ഈസ് അൺക്ലിയർ വാട്ട് പ്രോംപ്റ്റഡ് ചൈന ടു റിലന്റ് ആസ് ഇറ്റ് ഹാസ് കണ്ടിന്യൂഡ് ടു ഹോൾഡ് ഔട്ട് despite the 14 other UNSC members agreeing to the listing. അല്ലെ, ദാറ്റ് അവിടെ വരില്ല. ദാറ്റ്സ് എ ഡിഫറൻസ്. റിലേറ്റീവ് പ്രൊനൗൺസ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരാറുണ്ട്, ഓർത്തോളാം. ഇറ്റ്സ് ഫ്രം റിലേറ്റീവ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺസ് അറിയില്ലാത്തവർ റിലേറ്റീവ് പ്രൊനൗൺസ് ശരിക്കും പഠിച്ചോളും കേട്ടോ. നമുക്ക് കുറച്ചധികം റിലേറ്റീവ് പ്രൊനൗൺസ് ഉണ്ട്, എക്സാമുകൾക്ക് വരാറുള്ളതും ആണ്. ഓക്കെ, മൂവിംഗ് ടു ഇന്നത്തെ ക്വസ്റ്റ്യൻ. The authorities should focus on preventing deaths, at least among spectators, that should be behind impregnable barricades. Okay, the authorities should focus on preventing deaths, at least among spectators, that should be behind impregnable barricades. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കുക. എന്റെ ആൻസർ എന്താണെന്നുള്ളത് എനിക്ക് കോമന്റ് സെക്ഷൻ തരാം. അറിയില്ലെങ്കിൽ അറിയില്ല എന്നാണെങ്കിൽ കോമന്റ് സെക്ഷൻ ഇടാം കേട്ടോ. സോ ഐ വിൽ ബി ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണേ. KPSC ഷോർട്ട് ഔട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ അഡൽട്ട് ഇൻഫോഴ്സ് കേരള സെൻട്രൽ എക്സാംസ്, ഈ 2 ടെലിഗ്രാം ചാനൽ നമുക്കുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇന്ന് നമ്മൾ 11 മണിക്ക് CPOയുടെ മാരത്തണുമായിട്ട് വരുന്നുണ്ട്. 11 മണിക്ക് ഇംഗ്ലീഷ് ഞാൻ തന്നെയായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. 11 മണിക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. നമ്മൾ എല്ലാ ദിവസവും 8:30ക്ക് എഡിറ്റോറിയൽ സെഷൻ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറ്റുള്ളവർക്ക് മാക്സിമം. അതുപോലെ തന്നെ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് ഇടാത്തവരെല്ലാവരും ലൈക്ക് ഇടാം കേട്ടോ. അതുപോലെ കോമന്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യണേ. അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് പുട്ട് ഫോർവേഡ് ആൻഡ് യു ആർ വെൽക്കം ഫോർ ദാറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഡെയിലി ക്ലാസ്സുകളും നോട്ടിഫിക്കേഷനും ഒക്കെ കൃത്യമായിട്ട് കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. കീപ് യുവർ സെൽഫ് ഹെൽതി. അതുപോലെ തന്നെ എൻജോയ് യുവർ ഡേ. ബൈ.